സംഗീതം എന്ന ശ്രേഷ്ഠ ദാനം അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുക. സ്തോത്രം കരയട്ടെ. തിരുനാമോത്തത്തിനായി പാടുവാൻ ഞങ്ങൾക്ക് അവസരമൊരുക്കുകയാലും സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെട്ടതായ അനുഭവങ്ങളെ വർണ്ണിക്കുവാൻ, അങ്ങയുടെ സാക്ഷികളായി നിലനിൽക്കുവാൻ വിവിധ മേഖലകളിലൂടെ ഞങ്ങൾക്ക് അവസരം നൽകുന്നുവല്ലോ. സഭയിലെ ആരാധനകളുടെ ഭാഗമായി അങ്ങേ പാടി പുകഴ്ത്തുവാൻ ഞങ്ങൾക്ക് അവസരം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കുക. സ്തോത്രം കരയട്ടെ. കൊയറിൻ്റെ ഭാഗമായിരിക്കുന്ന എല്ലാവരെയും കഴിഞ്ഞ നാളുകളിൽ നന്മകൾ നൽകി അങ്ങ് പുലർത്തിയതിനായി സ്തോത്രം. ഈ ദിനങ്ങളിൽ ദൈവകൃപ അനുഭവിക്കുവാൻ സഹായിച്ച് ആശീർവദിക്കുന്നതിനായി സ്തോത്രം കരയട്ടെ. കൊയർ സൺഡേയായി ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്ന ഈ പ്രഭാതത്തിൽ ദൈവകൃപ ഞങ്ങൾക്ക് ദാനമായി നൽകണമേ. ഇന്നത്തെ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നവരുടെ മേൽ അങ്ങയുടെ ആത്മാവിനെ പകരണമേ. സ്തുതിലിത്താനുകളാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആരാധനക്രമം 4-ാം പുറം 2-ാം ഭാഗം. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവ്വഭൂമിയും തിരുസന്നിധിയിൽ മൗനമായിരിക്കട്ടെ. ഞാനും അങ്ങയുടെ കൃപയുടെ ബഹുത്വത്താൽ അങ്ങയുടെ ആലയത്തിലേക്ക് പ്രവേശിക്കും. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത്
നീ ശാശ്വത മാർഗത്തിൽ നടത്തണമേ. കർത്താവെ, എൻ്റെ ആദരങ്ങൾ തുറക്കണമേ, എന്നാൽ എൻ്റെ വായി അങ്ങയെ സ്തുതികൾ വർണ്ണിക്കും. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തുപോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണവുമുള്ള ഹൃദയത്തോടെ ഏറ്റുപറയാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയ ശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. ആരാധനക്രമം 10-ാം പുറത്ത് കാണുന്ന രണ്ടാമത്തെ അനുതാപ പ്രാർത്ഥന നമുക്കതിനായി ഉപയോഗിക്കാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ അങ്ങയെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ അയൽക്കാരെയും സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പാപം മാറ്റി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സകല കുറ്റങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടുന്നതിന് ക്രിസ്തുയേശു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി. അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സർവശക്തനും കാരുണ്യവാനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നന്മകളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ആരാധനക്രമം 14-ാം പുറത്തുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ അയോഗ്യദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായും ആർദ്രതയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാകരുണയും മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ലോകത്തെ വീണ്ടെടുത്ത അവിടുത്തെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ അങ്ങനെയുള്ളവരായി തീരേണ്ടതിനും അങ്ങയെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ പാലിക്കേണ്ടതിനും അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും അവിടുത്തെ സകല കർമ്മങ്ങളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനപ്പെടുന്നതായിരിക്കണമേ. ആമേൻ. കൊയറിനോട് ചേർന്ന് 265-ാം ഗീതം പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഗീതം 265.
സങ്കീർത്തനം 68, 11 മുതൽ 20 വരെയുള്ള വാക്യം വാക്യമായി വായിക്കും. സങ്കീർത്തനം 68, 11 മുതൽ 20. കർത്താവ് ആജ്ഞ കൊടുക്കുന്നു, സുവാർത്താദൂതികൾ വലിയൊരു ഗണമാകുന്നു. സൈന്യങ്ങളുടെ രാജാക്കന്മാർ ഓടുന്നു, വീട്ടിൽ പാർക്കുന്നവർ കവർച്ച പങ്കിടുന്നു. നിങ്ങൾ തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുമ്പോൾ പ്രാവിന്റെ ചിറക് വെള്ളി കൊണ്ടും അതിന്റെ തൂവലുകൾ പൈപ്പൊന്നു കൊണ്ടും പൊതിഞ്ഞിരിക്കുന്നത് പോലെ ആകുന്നു. സർവ്വശക്തനായ രാജാക്കന്മാരെ ചിതറിച്ചപ്പോൾ സർവ്വനിർഭം ചെയ്യുകയായിരുന്നു. ബശാൻ പർവ്വതം ദൈവത്തിന്റെ പർവ്വതം ആകുന്നു. ബാശാൻ പർവ്വതം കൊടുമുടികളേറിയ പർവ്വതം ആകുന്നു. പർവ്വതങ്ങളെ ദൈവം വസിക്കുന്ന പർവ്വതത്തെ നിങ്ങൾ സ്പർശിച്ചു നോക്കുന്നതെന്ത്? യഹോവ അതിലെന്നേക്കും വസിക്കും. ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടിയുമാകുന്നു. കർത്താവ് അവരുടെ ഇടയിൽ സിനായിൻ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ. നീ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി. യാതൊന്ന് ദൈവം അവിടെ വസിക്കേണ്ടുന്നതിന് നീ മനുഷ്യരോട് മത്സരങ്ങളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് ഉദാഹരണ ദൈവമാകുന്നു. മരണത്തിൽ നിന്ന് നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. സഭകരിക്കാം. ഇന്നത്തേക്കുള്ള തിരുവചന ഭാഗങ്ങൾ ഇപ്പോൾ വായിച്ച് കേൾപ്പിക്കുന്നതാണ്. പഴയ നിയമ വേദഭാഗം യെരമ്യാവ് 33-ാം അധ്യായം 10 മുതൽ 16 വരെ. യെരമ്യാവ് 33-ാം അധ്യായം 10 മുതൽ 16 വരെ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: മനുഷ്യരും മൃഗവും ഇല്ലാതെ ശൂന്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ സ്ഥലത്തും യഹൂദ പട്ടണങ്ങളിലും മനുഷ്യനോ നിവാസികളോ മൃഗമോ ഇല്ലാതെ ശൂന്യമായിരിക്കുന്ന യെരൂശലേം വീഥികളിലും ഇനിയും ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും സൈന്യങ്ങളുടെ യഹോവയെ സ്തുതിപ്പിൻ, യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പറയുന്നവരുടെ ശബ്ദവും യഹോവയുടെ ആലയത്തിൽ സ്തോത്രയാഗം കൊണ്ടുവരുന്നവരുടെ ശബ്ദവും കേൾക്കും. ഞാൻ ദേശത്തിന്റെ സ്ഥിതി മാറ്റി പണ്ടത്തെ പോലെ ആക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: മനുഷ്യനും മൃഗവും ഇല്ലാതെ ശൂന്യമായിരിക്കുന്ന ഈ സ്ഥലത്ത് അതിൻ്റെ സകല പട്ടണത്തിലും ആടുകളെ കിടത്തുന്ന ഇടയന്മാർക്ക് ഇനിയും മേച്ചിൽപ്പുറമുണ്ടാകും. മലനാട്ടിലെ പട്ടണങ്ങളിലും താഴ്വീതിയിലെ പട്ടണങ്ങളിലും തെക്കേ പട്ടണങ്ങളിലും ബെന്യാമീൻ ദേശത്തും യെരൂശലേമിന്റെ ചുറ്റുവട്ടത്തിലും യഹൂദ പട്ടണങ്ങളിലും ആടുകളെ എണ്ണുന്നവന്റെ കൈക്ക് കീഴിൽ ഇനിയും കടന്നു പോകുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും അരുളി ചെയ്ത നല്ല വചനം നിവർത്തിക്കുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ആ നാളുകളിലും ആ കാലത്തും ഞാൻ ദാവീദിന് നീതിയുള്ളൊരു മുളയായവനെ മുളപ്പിക്കും. അവൻ ദേശത്ത് നീതിയും ന്യായവും നടത്തും. അന്നാളിൽ യഹൂദ രക്ഷിക്കപ്പെടും. യെരൂശലേം നിർഭയമായി വസിക്കും. അതിന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും. ലേഖന വേദഭാഗം 1 തെസ്സലോനിക്കർ 3-ാം അധ്യായം 6 മുതൽ 13 വരെ. 1 തെസ്സലോനിക്കർ 3-ാം അധ്യായം 6 മുതൽ 13 വരെ. ഇപ്പോഴോ തിമോഥെയോസ് നിങ്ങളുടെ അടുക്കൽ നിന്ന് വന്ന് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും പറ്റി ഞങ്ങൾ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളെയും കാണുവാൻ വാഞ്ചിച്ചുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും നല്ല ഓർമ്മ ഉണ്ട് എന്ന് ഞങ്ങളോട് സ്വതർത്തമാനം അറിയിച്ച കാരണത്താൽ സഹോദരന്മാരെ, ഞങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും നിങ്ങളുടെ വിശ്വാസം ഹേതുവായി ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ചു. നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്ന് അറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ ചൊല്ലി ഞങ്ങൾ സന്തോഷിക്കുന്ന സകല സന്തോഷത്തിനും തക്കതായി ദൈവത്തിന് എന്തൊരു സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളാൽ കഴിയും. ഇനി നിങ്ങളുടെ മുഖം
വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. നമ്മുടെ ദൈവവും പിതാവുമായവനും നമ്മുടെ കർത്താവായ യേശുവും ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവാൻ വഴി നിരത്തി തരുമാറാകട്ടെ. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവും നിങ്ങൾക്കും തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിച്ചു കവിയുമാറാകട്ടെ. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിന്റെ അനന്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുവിൻ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെ. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്ന് സെഖരിയാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ വന്ദനസ്വരം എൻ്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവൃത്തിയാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇരുപത്തിരണ്ടാം പുറത്തിലെ അപ്പോസ്തല വിശ്വാസ പ്രമാണം എല്ലാവർക്കും ഒരുമിച്ച് പറയണം. 22-ാം പുറത്തിലെ അപ്പോസ്തല വിശ്വാസ പ്രമാണം എല്ലാവർക്കും ഒരുമിച്ച് പറയാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമായി മരിച്ചടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം എഴുന്നേറ്റു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിൽ വിശുദ്ധന്മാരുടെ സംസർഗത്തിൽ പാപമോചനത്തിൽ മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നതിനായി ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ വിനയപ്പെടുത്താം. വീണ്ടും ഒരു ആഗമന കാലഘട്ടത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമ്മെ അനുവദിച്ചിരിക്കുന്നു. അതോർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരാകാം. ഈ പ്രപഞ്ചത്തെ വാക്കുകൊണ്ട് സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് നാം ആരാധനയിലായിരിക്കുന്നത്. നമ്മുടെ വിവിധ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ ഇന്നേ ദിവസം കൊയർ സൺഡേയായിട്ട് ആചരിപ്പാനും നമ്മുടെ സഭയിൽ ദൈവം അനുവദിച്ചു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ലോകം മുഴുവനും കോവിഡിൻ്റെ മഹാമാരിയാൽ ഭീതിയിലും ഞെരുക്കത്തിലും വേർപാട് ദുഃഖങ്ങളെല്ലാം ആയിരിക്കുമ്പോൾ ദൈവം നമ്മെ ജീവനുള്ളവരുടെ ദേശത്ത് ശേഷിപ്പിച്ചിരിക്കുന്ന ആ ദയ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ സത്യവേദ പുസ്തകത്തിൽ ഈ സംഭവങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ മഹാമാരി വരുത്തിയാൽ എന്ത് ചെയ്യണമെന്ന് 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാമത്തെ വചനത്തിലൂടെ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നു. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് പാപം ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കുമെന്ന് അരുളി ചെയ്തിരിക്കുന്നു. എന്താണ് നമ്മിൽ വന്നിരിക്കുന്ന കുറവെന്ന് നമുക്ക് ഉണരാം. യേശുപ്പ, അങ്ങയുടെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ താഴ്മയോടെ അങ്ങയോട് പ്രാർത്ഥിക്കുന്നില്ല, അങ്ങയുടെ മുഖം അന്വേഷിക്കുന്നില്ല.
ദുർമാർഗങ്ങളെ വിട്ടു തിരിയുന്നില്ല. ഈ കുറവുകളെ ഓർത്ത് ദൈവമേ ഞങ്ങളോട് കരുണ പൊഴിയണമേ എന്ന് നമുക്ക് ദൈവത്തോട് അനുതാപത്തോടെ പ്രാർത്ഥിക്കാം. ഈ മഹാമാരി വന്നെങ്കിലും നമ്മെയും നമ്മുടെ ദേശത്തെയും സഭയിലെ ജനങ്ങളെയും സംഹാരദൂതൻ അടുക്കാതെ വേണം ദൈവം തൻ്റെ കരങ്ങളിൽ കാത്ത് പരിപാലിച്ച ആ ദൈവമോർത്ത് നമുക്ക് നന്ദി പറയാം. വിവിധ ആവശ്യഭാരങ്ങളോടെ, രോഗങ്ങളോടെ, നൊമ്പരങ്ങളോടെ കടന്നു വന്നിരിക്കുന്ന ഏവരെയും ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നു. നമ്മുടെ കണ്ണുകൾ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകിരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകിരിയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ഉയർത്തിയിടും ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഈ വർഷത്തിൻ്റെ നവംബർ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയിൽ ഞങ്ങൾക്ക് അങ്ങയുടെ തൃപ്പാദത്തിൽ വന്ന് മുട്ടുകുത്തുവാൻ, ഞങ്ങളുടെ കരങ്ങൾ കൂപ്പുവാൻ, കണ്ണുനീരോടെ ജനത്തിനു വേണ്ടി മധ്യസ്ഥ വഹിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ഈ വിലയേറിയ നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു പിതാവേ. രാപ്പകൽ വിശ്രമം കൂടാതെ അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആരാധിക്കുന്ന സമൂഹത്തോട് ചേർന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ ബലഹീനതകളോടും കുറവുകളോടും അങ്ങേ ആരാധിപ്പാൻ തന്നിരിക്കുന്ന ഈ വിലയേറിയ സമയത്തിനായി ഞങ്ങൾ അങ്ങേ നന്ദി പറയുന്നു പിതാവേ. ഈ കാട്ടാക്കട തിരുസഭയ്ക്കായും വിവിധ ശുശ്രൂഷകൾക്കായും ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു പിതാവേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കൊയർ മെമ്പേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൊയറിനെ നയിക്കുന്ന മാസ്റ്ററിനായി പ്രാർത്ഥിക്കുന്നു. ഓർഗനിസ്റ്റ്മാരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളാലാവുന്നത് അങ്ങേക്ക് വേണ്ടി അങ്ങയുടെ നാമമഹത്വത്തിനായി ചെയ്യുവാൻ ഞങ്ങളേവരെയും ഇതുവരെയും ജീവനുള്ളവരുടെ ദേശത്ത് നിലനിർത്തിയതേക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു പിതാവേ. ഈ പകൽക്കാലം ഞങ്ങൾ ഒന്നുകൂടെ അങ്ങയുടെ തൃപ്പാദത്തിലായിരിക്കുന്നു. ഞങ്ങളുടെ ദേശത്തോട് മനസ്സിലെയണമേ. ഞങ്ങളുടെ സഭയിലെ എല്ലാ കുടുംബങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരിൽ, കഷ്ടതയിൽ, രോഗങ്ങളിൽ, ആശുപത്രികളിലായി, ഭവനങ്ങളിലായി കഷ്ടപ്പെടുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സൗഖ്യമാക്കുന്ന കരം നീട്ടണമേ പിതാവേ. അങ്ങ് തൊട്ടാൽ സൗഖ്യം വരും. ആ വിശ്വാസത്തോടും പ്രത്യാശയോടും അങ്ങയിൽ നിന്നുള്ള ആ സൗഖ്യം ഏറ്റുവാങ്ങുവാൻ ഏവരെയും അങ്ങ് തന്നെ പ്രാപ്തരാക്കണമേ പിതാവേ. ഇന്നു മുതൽ ആരംഭിക്കുന്ന കരോൾ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ദേശത്തിൻ്റെ നടുവിൽ വിവിധ ഭവനങ്ങളിൽ ഞങ്ങളുടെ സഭയിലെ കരോൾ ടീം കടന്നു പോകുമ്പോൾ ദൈവകൃപ കൂടെ പോകണമേ. കടന്നു പോകുന്ന ഭവനങ്ങളിൽ അങ്ങ് ഭയപ്പെടേണ്ട സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം അങ്ങ് തന്നെ കൽപ്പിച്ചാക്കണമേ. ഞങ്ങളുടെ ദേശത്ത് ഈ നാളുകൾ അനിഷ്ട സംഭവങ്ങളൊന്നും വരാതെ അങ്ങയുടെ തിരുകൃപയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. പ്രത്യേകിച്ച് ഞങ്ങളൊരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവർ ആ സ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്നതിന് ഞങ്ങളുടെ സമ്മതിദാനം ശരിയായ രീതിയിൽ വിനിയോഗിക്കാനുള്ള കൃപ അങ്ങ് തന്നെ നൽകണമേ പിതാവേ. പ്രത്യേകിച്ച് പിതാവ് ഞങ്ങളുടെ പുരോഹിതന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷകൾ വിശ്വസ്തയോടെ ഞങ്ങളുടെ സന്നിധിയിൽ ചെയ്യുന്നതിന് ആവശ്യമായിരിക്കുന്ന ദൈവകൃപ നൽകി വഴി നടത്തണമേ. ഞങ്ങളുടെ ഡീഖന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. അവരെയും ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ ചെയ്യുവാൻ ഇതുവരെയും കൃപ ചെയ്തതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ യുവജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്ത്രീജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പിതാവ് ഞങ്ങളുടെ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ വിഘ്നം കൂടാതെ ഈ വർഷം നിറവേറ്റുവാൻ അവരെ അങ്ങ് സഹായിച്ചതേക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പിതാവേ, സാധുജനങ്ങളെ സംരക്ഷിക്കുന്നതിനും അവർക്ക് വേണ്ട ചികിത്സാ സഹായം നൽകുന്നതിനുമെല്ലാം അങ്ങ് ഞങ്ങൾക്ക് കൃപ ചെയ്തുവല്ലോ. ഈ സന്തോഷത്തിൻ്റെ നാളുകൾ അവരുടെ ജീവിതങ്ങളിലും അങ്ങ് സന്തോഷം നൽകണമേ. മിഷണറിമാർക്കായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആ സുവിശേഷ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളെ പ്രതിനിധീകരിച്ച് ശുശ്രൂഷയിലായിരിക്കുന്ന ഏവരെയും അങ്ങയുടെ തൃപ്പാദത്തിൽ തരുന്നു. പ്രതികൂലങ്ങളുടെ നടുവിൽ, കോവിഡിൻ്റെ മധ്യത്തിൽ അവരെ ഇതുവരെയും അങ്ങ് താങ്ങി വഴി നടത്തുന്ന അങ്ങയുടെ വലിയ ദയക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ കോവിഡിൻ്റെ ഈ കാലഘട്ടത്തിൽ അഹോരാത്രം ജീവൻ പണയം വെച്ച് അവരുടെ സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടർമാർക്കായി, ആരോഗ്യ പ്രവർത്തകർക്കായി, പിതാവേ
നിയമപാലകർക്കായി, ഞങ്ങളുടെ ഭരണ നേതാക്കൾക്കായി എല്ലാം ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. തുടർന്നും അവരുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കാനുള്ള കൃപ അങ്ങ് തന്നെ നൽകി വഴി നടത്തണമേ. ദാവേ, പ്രത്യേകിച്ച് ഈ നാളുകളിൽ വിവിധ പരീക്ഷകൾക്കായി ഒരുങ്ങുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യൗവനക്കാർ പല ടെസ്റ്റുകൾ എഴുതി ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ അങ്ങ് തന്നെ മുഖാന്തരങ്ങളെ തുറക്കണമേ. തങ്ങളുടെ യോഗ്യതയ്ക്ക് ഒത്തവണ്ണമുള്ള ഓരോ ജോലി നൽകി അനുഗ്രഹിക്കണമേ. ഭാവി ജീവിതം അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കണമേ. പ്രത്യേകിച്ച് വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം നടക്കാതെ സങ്കടത്തോടെ ആയിരിക്കുന്ന മാതാപിതാക്കൾക്കായി, സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അതിനുള്ള വാതിലുകൾ അങ്ങ് തന്നെ തുറക്കണമേ. അനുയോജ്യരായ ആളുകളെ അങ്ങ് തന്നെ കൂട്ടിച്ചേർക്കുമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. പിതാവേ, വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അങ്ങ് നൽകിയാൽ കൊണ്ട് പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ താഴ്മയോടും വിനയത്തോട് യാചിച്ച് അത് ഏറ്റുവാങ്ങുവാനുള്ള കൃപ കൊണ്ട് ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പിതാവേ, ഞങ്ങളുടെ വൃദ്ധ മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ബലം ക്ഷയിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ ബലവാനായിരിക്കാൻ അങ്ങയിൽ അഭയം ചൊല്ലി അപ്പം അങ്ങയുടെ കൃപയ്ക്കായി യാചിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. ഇത്രത്തോളം നടത്തിയ ദൈവം തുടർന്ന് നടത്തുവാൻ ശക്തനായിരിക്കാൻ അങ്ങയുടെ അണിപ്പാടേറ്റ കരങ്ങളിൽ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു. സഭയിലെ എല്ലാ ശുശ്രൂഷകളെയും ഈ നാളുകളിൽ ഏറ്റെടുത്ത് അനുഗ്രഹിച്ച് നടത്തണമേ. ദാവേ, കാലാവസ്ഥയെല്ലാം ഞങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കണമേ. ദാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിക്കാൻ പോകുന്ന തിരുവചന സത്യങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. തിരുവചനം കേട്ട് ഞങ്ങളെ തന്നെ ചതിക്കാതെ അങ്ങയുടെ സന്നിധിയിൽ വിനയത്തോടും താഴ്മയോടും ഞങ്ങൾക്ക് വരുന്ന രൂപാന്തരം വരുവാൻ, തെറ്റുകളെ ഏറ്റുപറഞ്ഞുപേക്ഷിപ്പാൻ, പാപത്തോട് പ്രാണത്യാഗത്തോടെ എതിർത്ത് നിൽപ്പാനുള്ള ഒരു കൃപ തന്ന് ഞങ്ങൾ ഓരോരുത്തരെയും പറഞ്ഞയക്കണമേ. എല്ലാ മഹത്വവും അവിടത്തേക്ക് തന്നെ തരുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന ദയവോടെ കേൾക്കണം പിതാവേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങൾ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുന്ന നമ്മെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൺലൈനായി ഭവനത്തിലായിരിക്കുന്ന ആളുകളുണ്ട്, അവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. എല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രത്യേക ആരാധന നാം ഇന്ന് ആഗമന ഞായർ എന്ന നിലയിലും നമ്മുടെ ക്വയർ സൺഡേ, ക്വയർ ഞായർ എന്ന നിലയിലുമാണ് വേർതിരിച്ച് നടത്തുന്നത്. ദൈവത്തെ പാടി സ്തുതിച്ച് കർത്താവിൻ്റെ വരവിനായി, കർത്താവിൻ്റെ തിരുജനനത്തെ സ്വാഗതം ചെയ്യുന്നതിനായി ഒരുങ്ങുന്ന ആളുകളാണ് നാം. ഈ തിരുജനനത്തിൻ്റെ മഹത്വവും സന്തോഷം നാം അനുഭവിച്ച് ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ സെക്കൻഡ് അഡ്വൻറ്റ്, രണ്ടാമത്തെ ആഗമനം, കർത്താവിൻ്റെ തിരുവരവ്, രണ്ടാം വരവിനെ നാം പ്രത്യേകം ശ്രദ്ധിക്കുന്നു, അതിനെ ഓർക്കുന്നു, അതിനായി ഒരുങ്ങുന്നു. ഈ ദിവസത്തിൽ എല്ലാ നന്മകളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ക്വയർ സൺഡേ ആയിട്ട് കൂടെ ആചരിക്കുന്നതിന് ദൈവം സഹായിച്ചു. കാരണം കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലഘട്ടത്തിലെല്ലാം നമ്മുടെ ആരാധനകൾക്ക് യാതൊരു വിധമായ വിഘ്നവും കൂടാതെ ഭംഗിയായി നടത്തുന്നതിന് യോഗ്യമായ നിലകളിൽ നമുക്ക് COVID-19 എന്ന രോഗവ്യാപനം തടയുന്നതിനുള്ള പ്രത്യേക മാർഗങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വിവിധ തരത്തിൽ ക്വയർ അംഗങ്ങൾ സഹകരിച്ചു. പ്രത്യേകിച്ച് അതിൻ്റെ ഓർഗനൈസർമാരും ക്വയർ കൺവീനറും ക്വയർ അംഗങ്ങളും എല്ലാവരും വളരെ സജീവമായി തങ്ങളുടെ കർത്തവ്യം നിറവേറ്റുന്നതിന് പലതരത്തിൽ സഹകരിച്ചു. അതിനെ ഓർത്തപ്പോൾ തീർച്ചയായും ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു ക്വയർ സൺഡേ ആയി ആചരിക്കുകയും ആഗമന നാളായ ഇന്ന് ദൈവത്തെ പാടി സ്തുതിക്കുന്നതിന് ക്വയറിനോട് ചേർന്ന് നാം വേർതിരിക്കുകയും ചെയ്യുന്നത് ഉചിതമായിരിക്കുമെന്ന് ചിന്തിച്ചു. അങ്ങനെയാണ് ഇന്ന് നാം ഈ പ്രത്യേക ശുശ്രൂഷയിൽ പങ്കുചേരുന്നത്. ആരാധനയുടെ വിവിധ ഭാഗങ്ങൾ ക്വയറിലെ അംഗങ്ങളാണ് ഏറ്റെടുത്ത് നടത്തിയത്. തുടർന്നും വചന ശുശ്രൂഷയും ഇപ്പോൾ മിസ്റ്റർ ഷിബു ജസ്റ്റിസ് ആണ് നമുക്ക് നൽകുന്നത്. ഇന്ന് അദ്ദേഹമാണ് സംസാരിക്കുന്നത്. നേരത്തെ ആദ്യത്തെ ആരാധനയിൽ മിസ്റ്റർ സ്കിന്നറും അടുത്ത ആരാധനയിൽ മിസ്റ്റർ ജിജോ ജെ സുധാകരും ദൈവവചനം സംസാരിക്കുന്നതാണ്. ഇവരെല്ലാം നമ്മുടെ ഓർഗനൈസ്റ്റുമാരാണ്. ഇവർക്ക് ദൈവം വലിയ കഴിവുകളാണ് നൽകിയിരിക്കുന്നത്. മറ്റ് പല പള്ളികളിലും ഇവർ ഓർഗനൈസ്റ്റുമാരായിട്ടല്ല, അവിടെ ക്വയർ മാസ്റ്റേഴ്സായിട്ട് പ്രവർത്തിക്കുകയാണ്. പക്ഷെ എന്നാൽ നമ്മുടെ ആരാധനകൾ സജീവമാക്കി തീർക്കുന്നതിന് നിസ്വാർത്ഥമായി അവരുടെ സേവനം നൽകി സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുന്ന സ്വഭാവം അവരുടെ ജീവിതത്തിലുണ്ട്. അവരെ ദൈവം തുടർന്നും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ക്വയറിന് വിദഗ്ധമായ നേതൃത്വം നൽകുന്നത്
ശ്രീമാൻ ദേവപ്രസാദ് സാറാണ്. അദ്ദേഹം നമ്മുടെ സഭയ്ക്ക് വളരെ സമുചിതമായി ക്വയർ പ്രാക്ടീസിനും മറ്റെല്ലാ ക്രമീകരണങ്ങളിലും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. ദൈവം ഏവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നേരുകയും ചെയ്യുന്നു. നാം സഭയായി സാധു വിഭാഗ ധനസഹായമായിട്ട് നൽകാറുണ്ട്. നമ്മുടെ സഭാംഗമായ മിസ്റ്റർ സത്യദാസ് മലവിളയുടെ മകൾ സൗമ്യയ്ക്ക് ഇന്ന് ഈ ആരാധനയ്ക്ക് ശേഷം ഒരു സ്വർണ്ണവള സഭയായി നൽകുന്നതാണ്. ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് നൽകിയ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് ജീവിക്കാം. നമ്മുടെ കരോൾ ശുശ്രൂഷ ഇന്നു മുതൽ ആരംഭിച്ച് 13-ാം തീയതി അവസാനിക്കുകയാണ്. 13-ന് ശേഷം തുടർന്ന് 17-ാം തീയതിയും 21-ാം തീയതിയുമായി നമ്മുടെ ക്രിസ്മസ് ധാന്യലേലം ക്രമീകരിച്ചിരിക്കുന്നു. അതിനിടയ്ക്ക് വരുന്ന 20-ാം തീയതി ഞായറാഴ്ചയും ലേല സാധനങ്ങൾ ആരാധന സമയത്ത് ഞായറാഴ്ച കൊണ്ടുവരാവുന്നതാണ്. ഈ 3 ദിവസങ്ങളിൽ നമ്മുടെ ധാന്യലേലത്തിന് വേണ്ട ക്രമീകരണങ്ങളാണ് നാം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളെ പോലെ സജീവമായ എല്ലാവരും ഈ ധാന്യലേലത്തിൽ സംബന്ധിച്ച് നമ്മുടെ വിശിഷ്ട വസ്തുക്കൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പ്രത്യേകം പ്രാർത്ഥനയോടെ കടന്നു വരുവാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കരോൾ സംഘം 4 ടീമുകളായിട്ട് തിരിഞ്ഞാണ് ഈ വർഷം കരോൾ ശുശ്രൂഷ നിർവഹിക്കുന്നത്. COVID-19 എന്ന രോഗവ്യാപനം തടയുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി 10 മുതൽ 12 ആളുകളാണ് ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3 ആളുകൾ റിസർവ്ഡ് മെമ്പേഴ്സ് എന്ന നിലയിലും അങ്ങനെ 15 ആളുകൾ ചേർത്താണ് ഒരു ടീം പ്ലാൻ ചെയ്തിരിക്കുന്നത്. സാധാരണ 12 ആളുകൾ ഉണ്ടായിരിക്കും. ഒരുപക്ഷെ 1-2 ആളുകൾക്ക് ആ 12 പേരിൽ വരാൻ കഴിയാതിരുന്നാൽ റിസർവ്ഡ് ടീമിലെ ആ അംഗങ്ങളായിരിക്കും, 15 പേരടങ്ങുന്ന ആ ടീമിലെ അംഗങ്ങളായിരിക്കും ഈ ശുശ്രൂഷയിൽ ഓരോ ടീമിലും പങ്കുചേരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം വളരെ പരിശ്രമിച്ച് പ്രത്യേകം പ്രാക്ടീസ് ചെയ്ത് എല്ലാ ടീമിലെയും 10 അംഗങ്ങളും ഓരോ അംഗങ്ങളും എല്ലാ ഇൻസ്ട്രുമെൻസും പരസ്പരം വായിക്കുന്നതിനും പാടുന്നതിനും കഴിയുന്ന തരത്തിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രാക്ടീസിന് പങ്കെടുത്ത ആളുകൾ അതത് ടീമിലെ അംഗങ്ങൾ അവരവരുടെ ഐഡൻറ്റിറ്റി കാർഡുകൾ ധരിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുക. ഏവരും പ്രത്യേകം സഹകരിക്കുക. പ്രാക്ടീസിന് വരാത്തവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാതിരിക്കുക. അങ്ങനെ വളരെ സജീവമായും സമർപ്പണത്തോടും കർത്താവിൽ നാം നടത്തുന്ന ഒരു ശുശ്രൂഷ എന്ന നിലയിലും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. ഇവരെ സ്വാഗതം ചെയ്യുന്ന കുടുംബാംഗങ്ങൾക്ക് ഏതെങ്കിലും തടസ്സങ്ങളോ രോഗത്തിൻ്റെ പ്രതികൂലമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ മുൻകൂട്ടി അച്ഛന്മാരെ ഡീക്കന്മാരെ അറിയിക്കുക. അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് കഴിയും. ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഈ കരോൾ ശുശ്രൂഷയുടെ നല്ല നടത്തിപ്പിനായിട്ട് ഈ വർഷം നമുക്ക് പുതിയ ക്യൂബുകൾ വാങ്ങി ചില ആളുകൾ നേർച്ചയായി സമർപ്പിച്ചിട്ടുണ്ട്. മറ്റു ചിലത് അഡ്വാൻസായിട്ട് നാം വാങ്ങിയിട്ടുണ്ട്. അതുപോലെ എമർജൻസി ലൈറ്റുകളും ആവശ്യത്തിനായിട്ട് 4 ലൈറ്റുകളും 4 ക്യൂബുകളും നമുക്ക് ഈ വർഷവും ഈ പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട് ക്രമീകരിക്കാൻ കഴിഞ്ഞു. ഒരു ബാൻഡ് കൂടെ വാങ്ങുന്നതിന് കഴിഞ്ഞു. മറ്റ് ബാൻഡുകളും സാധനങ്ങളും എല്ലാം നമുക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എല്ലാ തരത്തിലും സജീവമായി ഈ ശുശ്രൂഷ നിർവഹിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പുതിയ സാധനങ്ങൾ നമ്മുടെ കരോൾ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ഉപയോഗിക്കുന്നതിന് പ്രാർത്ഥനയോടെ വേർതിരിക്കുകയാണ്. നമുക്കൊരു നിമിഷം തലകളെ വണക്കി പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ക്യൂബുകളെയും ഈ എമർജൻസി ലൈറ്റുകളെയും ഞങ്ങൾ വാങ്ങിയിരിക്കുന്ന ബാൻഡ് തുടങ്ങിയ മറ്റ് ഉപകരണങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആസ്വദിക്കണമേ. തിരുനാമഹത്വത്തിന് ഉപയോഗിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുകയും കർത്താവ് ഇത് നൽകിയ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അവിടുത്തെ മക്കളെയും അവിടുത്തെ ദിവ്യമായ കൃപയിൽ കാത്തുകൊള്ളുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഇപ്പോൾ പിതാപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ ഈ പ്രത്യേക ഉപകരണങ്ങൾ തിരുനാമഹത്വത്തിനായി അവിടുത്തെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുന്നു. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച് നടത്തണമെന്ന് അപേക്ഷിക്കുന്നു. യേശുമശിഹാ മൂലം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കരോൾ സംഘത്തിൻ്റെ വിശദാംശങ്ങൾ അടങ്ങിയ ഒരു കോപ്പി നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ സംക്ഷിപ്ത രൂപം നമ്മുടെ അക്കൗണ്ടൻ്റ് ഇപ്പോൾ അത്യാവശ്യമുള്ള ഭവനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വായിക്കുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിലും അതിൻ്റെ വിശദാംശങ്ങളുണ്ട്. എന്തെങ്കിലും സംശയമുള്ളവർ അതൊക്കെ നോക്കി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കൺവീനർമാരോടും അച്ഛന്മാരോടും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി പങ്കുചേരുവാൻ ഓർമ്മപ്പെടും.
ഇന്നു മുതൽ ഈ ആഴ്ച കരോൾ നടക്കുന്ന ഭവനങ്ങളുടെ ലിസ്റ്റാണ് വായിക്കുന്നത്. ടീം എ റവറൻ അലക്സാണ്ടർ സമയൽ അച്ചൻ പാഴ്സനേജിൽ തുടങ്ങി സർവശ്രീ അരുൺകുമാർ SR ഭവൻ, ജോജി സരസിജം, SL സതീഷ് കുമാർ, അഖിൽ S കുമാർ ലൗഡൈൽ, അജയകുമാർ കാരുണ്യ, ബെൽസി സുനന്ദ ഭവൻ, ജെ രത്നരാജ് ടീച്ചർ ഡൈൻസ് ഭവൻ, രത്നസുലോചന രജനീഷ് സുനിത ഭവൻ, ആൽഫ്രഡ് തേജസ്, ക്രിസ്തുദാസ് സാരസം, ഷൈൻ രാജ്, ഷാൻ രാജ് ദീപ കോട്ടേജ്, ശ്രീധരൻ MS എൽബദേൽ, ഷെറിൻ ഉഷസ്, ഡോക്ടർ വിജയ് R ജോഫ്രിയുടെ ഭവനത്തിൽ അന്നത്തെ കരോൾ ശുശ്രൂഷ അവസാനിക്കും. ടീം ബി റവറൻ അലക്സാണ്ടർ സാമുവൽ അച്ചൻ പാഴ്സനേജിൽ തുടങ്ങി സർവശ്രീ രഞ്ജിതം ജോസ്, അഡ്വക്കേറ്റ് അനീഷ് ചിന്താഭവൻ, കനകമ്മ ടീച്ചർ ശ്രുതിലയം, വിനോജ് ഡി സാരസം, സാരസം ഹൗസ്, ജോയൽ സുധാകർ സുനു ഗാർഡൻ, കിരൺ സോഫിയ കിള്ളി, വിൽമറ്റ് വിൽസരാജ് ജയ്ഡാവിലാസം, വിൽഫ്രഡ് മെറിനിവാസ്, സോമൻ കിള്ളി, വിമല കിള്ളി, ശശി തുരുമ്പാട്, ചെല്ലത്തമ്പി തുരുമ്പാട്, ദാനം സുനിൽ ഭവൻ, ഷൈൻ ജോയ് സാന്ത്വനം എന്ന ഭവനത്തിൽ അന്നത്തെ കരോൾ ശുശ്രൂഷ അവസാനിക്കും. ടീം സി റവറൻ അലക്സാണ്ടർ സാമുവൽ അച്ചൻ പാഴ്സനേജിൽ തുടങ്ങി സർവശ്രീ ജർബിദാസ് അനീഷ് ഭവൻ, ക്രിസ്തുദാസ് അജിത് ഭവൻ, കുരിശുപുത്തൻ സജീവ് ഭവൻ, കൊച്ചുകൃഷ്ണൻ പുലിയൂർ കോണം, ഗിരീഷ് സൂര്യ ഭവൻ, രാജേന്ദ്രൻ ലിജോ ഭവൻ, ബിനുൽ അലൻ ഭവൻ, സുകുമാരൻ പുലിയൂർ കോണം, സദാശിവൻ കുറ്റേത്ത് വീട്, ഗ്ലാസ്റ്റൻ പൂഞ്ഞാങ്കോട്, ആൽഫ്രഡ് അനിൽമോൽ പൂഞ്ഞാങ്കോട്, മോഹനൻ പൂഞ്ഞാങ്കോട്, ജോൺസൺ പടയിൽ വീട്, ആൻസലം GK ഭവൻ കൈതക്കോണം എന്ന ഭവനത്തിൽ അന്നത്തെ കരോൾ ശുശ്രൂഷ അവസാനിക്കും. ടീം ഡി റവറൻ അലക്സാണ്ടർ സാമുവൽ അച്ചൻ പാഴ്സനേജിൽ തുടങ്ങി സർവശ്രീ സുമതി അജി വിനോദ് ബദനി, യേശുദാസ് സുദർശനദാസ് പനവിള, തങ്കപ്പൻ വിജയൻ വിജയഭവൻ, MJ സെൽവനേശൻ, അരുൺ സെൽവനേശൻ, സരുൺ സെൽവനേശൻ ഉഷസ്, ജോസ് ടീച്ചർ അഭയം, തുളസി, സുനി S ഞാറവിള, ബേബി ഞാറവിള, ഡോക്ടർ സെൽവദാസ് MJ നിത്യ, ജോൺസൺ ചാരുപാറ, സുരേഷ് ചാരുപാറ, അജി സാന്ത്വനം, യേശുദാസ്, മനോജ് ചാരുപാറ, രാജീവ് വത്സലം, GR ഷാജി ഏതൻ എന്ന ഭവനത്തിൽ ഇന്നത്തെ കരോൾ ശുശ്രൂഷ അവസാനിക്കും. 30/11/2020 തിങ്കൾ ടീം എ രത്നകുമാർ ഗീത് സർവശ്രീ രത്നകുമാർ ഗീത് എന്ന ഭവനത്തിൽ ആരംഭിച്ച് സാം സുലോസലിൻദാസ് ആരോമ, ഷൈൻ കുമാർ ലീലാഭവൻ, ബേബി ടീച്ചർ റീജ ഭവൻ, ഹണി സാംസൺ ഗ്ലോറി ഭവൻ, സെബാസ്റ്റ്യൻ സുജാ ഭവൻ, പ്രൊഫസർ കവലമ്മ സീജാനിവാസ്, ബിന്ദുകുമാരി വൈശാഖ് ഷാജി ഭവൻ, അഡ്വക്കേറ്റ് മാർജിൻ ജോർജ് ബദേൽ ഹൗസ്, സുശീല ലാൽ ഭവൻ, റോസ് ആൻസലം, റോസിൻ ജാമട്ട് തൃപ്തി, ശോഭനദാസ് ഷൈൻ ഗാർഡൻസ്, സെൽവദാസ് കുഴിക്കാഴവിള, വിൽസരാജ് VS ഗാർഡൻ, ഗിൽഡ ഫാൻസി, ഷൈൻ VG ഷീന ഭവൻ, ഫ്രാങ്ക്ലിൻ N ശീശാലം തെക്കേ വീട് ലൈൻ എന്ന ഭവനത്തിൽ അന്നത്തെ കരോൾ ശുശ്രൂഷ അവസാനിക്കും. ടീം ബി സർവശ്രീ നേശൻ തച്ചങ്കോട്, സ്റ്റീഫൻസൺ ടീച്ചർ, ബിജു ബൈജു പ്രശാന്ത്, ജീവനസ് ജോയ് ബദേൽ ഹൗസ്, പ്രമീള ഗ്ലാഡിസ് പ്രീതാഭവൻ, ഡെയ്സി L ഷെർവിൻ SM കോട്ടേജ്, ജയൻ സഞ്ജന ഭവൻ, ദാവീദ് അനുഗ്രഹ കഞ്ചിയൂർകോണം, സുലോചന ടീച്ചർ കുഞ്ഞാലയിൽ, ഷിംഷോൻ കരിച്ചാറവിള, കോമളം അനീഷ് കരിച്ചാറവിള, കുട്ടപ്പൻ കരിച്ചാറവിള, അഹല്യ മൂങ്ങോട് എന്ന ഭവനത്തിൽ അന്നത്തെ കരോൾ ശുശ്രൂഷ അവസാനിക്കും. ടീം സി സർവശ്രീ ബിജു വാർവിള എന്ന ഭവനത്തിൽ ആരംഭിച്ച് ജോൺ വാർവിള വീട്, ഗോമതി പൂഞ്ഞാങ്കോട്, രാജു പൂഞ്ഞാങ്കോട്, ലില്ലി ഗീതുഭവൻ, തങ്കരാജ് പൂഞ്ഞാങ്കോട്, ലാലു വൈകാനിവാസ്, ഷാലു പൂഞ്ഞാങ്കോട്, രാജമ്മ പൂഞ്ഞാങ്കോട്, നേശമണി മേശ്രി NK വിലാസം, അനിൽകുമാർ അതുല്യ ഭവൻ, റോബർട്ട് സനൽകുമാർ ക്രിസ്തുവിലാസം, ബേബി പൂഞ്ഞാങ്കോട്, ഗോപി ജോസ് ഭവൻ, ഷെറിൻ കുമാർ ഷെറിൻ ഭവൻ എന്ന ഭവനത്തിൽ അന്നത്തെ കരോൾ ശുശ്രൂഷ അവസാനിക്കും. ടീം ഡി സർവശ്രീ രജീവദാസ് ഐഡ ഭവൻ, സജീവദാസ് കുളത്തോട്ടുമല, സതീഷ് കുമാർ കുളത്തോട്ടുമല, ചന്ദ്രലീല കുളത്തോട്ടുമല, ശ്യാംകുമാർ കുളത്തോട്ടുമല, ബെൻസൺ T ഡാനിയൽ ഗിരിഭവൻ, സുഗുണൻ കൃപാഭവൻ, സുശീല നിസി ഭവൻ, സിൽവി ഉടയാൻകുഴി, ഗോഡ്വിൻ ജോർജ് ബദേൽ ഹൗസ്, അനിൽകുമാർ AK നിവാസ്, തങ്കരാജ് ഉടയാൻകുഴി, വസന്ത
ജിജി ജോയ് ഉടയാൻകുഴി എന്ന ഭവനത്തിൽ അന്നത്തെ കരോൾ ശുശ്രൂഷ അവസാനിക്കും. 1/12/2020 ചൊവ്വ ടീം എ സർവശ്രീ രാജൻ കളിയാട് എന്ന ഭവനത്തിൽ കരോൾ ശുശ്രൂഷ ആരംഭിച്ച് കമലം മടത്തുവിള, ബേബി വിജയൻ ചെമ്പകത്തിൻമൂട്, സെലീന തങ്കം, ജിജിൻ എസ് ജോയ് ബദേൽ ഹൗസ്, അനിൽ റോയ് DS വില്ല, ഡിറ്റോ മോൻ DR ഭവൻ, വാൾട്ടൻ ചോലയിൽ, യേശുദാസൻ ചോലയിൽ, ബേബി വത്സല ചോലയിൽ, വിൽഫ്രഡ് കാക്കമോൾ, തങ്കരാജ് ചോലയിൽ, ബിജു ചോലയിൽ, ശോഭനദാസ് ചോലയിൽ എന്ന ഭവനത്തിൽ അന്നത്തെ കരോൾ ശുശ്രൂഷ അവസാനിക്കും. ടീം ബി സർവശ്രീ ഷനു ശശി മൂങ്ങോട്, ജെസ്സി ബെൻസൺ ഗ്രീൻ വ്യൂ, വിമലാബായ് മൂങ്ങോട്, ശശി ശാൻശശി ശനുനിവാസ്, വിജയൻ മൂങ്ങോട്, സ്റ്റാൻലി ഷിബു കോട്ടേജ്, രമേശൻ മൂങ്ങോട്, മോഹനൻ മൂങ്ങോട്, ഗിരിജ മൂങ്ങോട്, ചന്ദ്രൻ പ്രിയാഭവൻ എന്ന ഭവനത്തിൽ അന്നത്തെ കരോൾ ശുശ്രൂഷ അവസാനിക്കും. ടീം സി സർവശ്രീ ചെല്ലമ്മ ടീച്ചർ സുഗതൻ കണ്ണൻപാറയിൽ, ക്രിസ്തുദാസ് ലിറ്റിൽ ഹൗസ്, ബെൻസിയർ JLM നിവാസ്, സോമൻ ജിജിൻ ഭവൻ, രാജയൻ സാംഭവൻ, സാം രാജ് സാന്ത്വനം, വിൽസ് രാജ് ബിനുരാജ് ബിനുഭവൻ, ടൈറ്റസ് നാടുകാണി, ജോൺസൺ നാടുകാണി, VK ആൻസലം ഷാരോൻ, സുമതി കുമാരദാസ് GK ഭവൻ, ജോൺസ് ഷെറിൻ ഭവൻ എന്ന ഭവനത്തിൽ അന്നത്തെ കരോൾ ശുശ്രൂഷ അവസാനിക്കും. ടീം ഡി സർവശ്രീ ബോയ്സ് പ്രണവം, അജിത് കുമാർ ഗ്രീൻവില്ല, മഷിക ദാസ് മഷിക ഭവൻ, സത്യൻ മുണ്ടപ്പള്ളി, ബേബി സുമതിലയം, ഡോക്ടർ സരോജ ബേബി ബെദസ്ത, മേഴ്സി ലിബർട്ട് ലാൽഭവൻ, ജോൺ ടിൻഡു ഭവൻ, തങ്കം സ്നേഹഭവൻ, രാജേഷ് സുമൻ കോട്ടേജ്, ജോൺ അലക്സാണ്ടർ പുഷ്പഗിരി, ലതാ റാണി ജ്ഞാനമകൾ എന്ന ഭവനത്തിൽ അന്നത്തെ കരോൾ ശുശ്രൂഷ അവസാനിക്കും. 2/12/2020 ബുധൻ ടീം എ സർവശ്രീ സുരാജഭവൻ എന്ന ഭവനത്തിൽ ആരംഭിച്ച് ബെറ്റിൽബായി സുരാജഭവൻ, ഡെന്നിസൺ D ശോഭനദാസ്, MS കോട്ടേജ്, ഗംഗാധരൻ തകടിപ്പുറം, വിൽഫ്രഡ് രാജ് ഒയാസിസ്, അജിത് കുമാർ SR, അജിത് കോട്ടേജ്, സത്യദാസ് ടീച്ചർ, ഡോക്ടർ വിപിൻ ദാസ് പൗർണമി, മോഹൻദാസ് അനുഭവ, ദിജിക്കുഞ്ഞ് കീർത്തനം, വിജയൻ ധന്യ, ലോറൻസ് പ്രശാന്ത് ഭവൻ എന്ന ഭവനത്തിൽ അവസാനിക്കും. ടീം ബി സർവശ്രീ റാബി മൂങ്ങോട് എന്ന ഭവനത്തിൽ ആരംഭിച്ച് യേശുദാസ് നവ്യ ഭവൻ, ജയൻ JC ഭവൻ, അനിക്കുട്ടൻ കരിച്ചാറവിള, ബേബി വിജയൻ കരിച്ചാറവിള, സത്യദാസ് അഞ്ചുതങ്ങൻമൂട്, രാജയൻ ഷൈനു എബന്നേസർ എന്ന ഭവനത്തിൽ അവസാനിക്കും. ടീം സി ബെൽസൽസ് കട്ടക്കോട്, സ്റ്റീഫൻ കട്ടക്കോട്, തങ്കരാജ് കട്ടക്കോട്, ഹാരിസ് റീജാഭവൻ, സുന്ദരൻ കുഞ്ചുകോണം, സ്റ്റാൻലി ജോൺ ബദനി, ജോൺ കട്ടക്കോട്, ടൈറ്റസ് കട്ടക്കോട് എന്ന ഭവനത്തിൽ അന്നത്തെ കരോൾ ശുശ്രൂഷ അവസാനിക്കും. ടീം ഡി സർവശ്രീ T സൈറസ്, റവറൻഡ് സുനിൽ സൈ, സനൽ സൈ പാരഡൈസ് എന്ന ഭവനത്തിൽ ആരംഭിച്ച് ലില്ലി വിപിൻ രമ്യ, പ്രൊഫസർ എഡി വില്യം കൊച്ചുബദേൽ, വിജയരാജ് വിജയഭവൻ പോങ്ങറക്കോണം, അൽഫോൺസ് വിക്ടോറിയ വത്സല, ലാലി വാനർത്തല, റോബർട്ട് ടീച്ചർ, MR സൈജു ജ്ഞാനഭവൻ, MR ബിജു വിഭജിക, രാജേഷ് കോട്ടയക്കോണം, സത്യദാസ് രാജേന്ദ്രൻ കോട്ടയക്കോണം, സ്റ്റാൻലി ജോൺ കോട്ടയക്കോണം, ജെയിംസ് അലക്സ് റാണിസനം എന്ന ഭവനത്തിൽ അന്നത്തെ കരോൾ ശുശ്രൂഷ അവസാനിക്കും. 3/12/2020 വ്യാഴം ടീം എ സർവശ്രീ ബൈജു അഭി, അനിൽകുമാർ AJ ഭവൻ, ജസ്റ്റസ് ടീച്ചർ, ഷൈൻകുമാർ രാജൻ പാരഗൺ ഹൗസ്, തങ്കപ്പൻ ജയകുമാർ അജസ്, ആമോസ് മെസ്രി കാക്കമുകൾ, റോബിൻസൺ അഖില ഗാർഡൻ, ജബസിംഗ് ഷാജി ഭവൻ, റസാലം കാക്കമുകൾ, എലിഷ പനവിള, സുദർശനൻ പനവിള, സിസിലി കാക്കക്കോണം, അംബിക കർമ്മേൽ, ഷിംഷോൻ, റവറൻഡ് SP പ്രശാന്ത് കോട്ടേജ് എന്ന ഭവനത്തിൽ അന്നത്തെ കരോൾ ശുശ്രൂഷ അവസാനിക്കും. ടീം ബി സർവശ്രീ ഡെന്നിസൺ ആൽഫ്രഡ് ചാമവിള, ടെക്നേഷ്യൻ ഗോഡ്വിൻ നിവാസ്, ഗാൾഡിൻ നിവാസ്, വിജയകുമാരി ചാമവിള, ലില്ലി പുഷ്പരാജ് പുഷ്പവിലാസം, യേശുദാസ് ദാസ് ഭവൻ, ബെനറ്റ് പുഷ്പരാജ് ചാമവിള, രാജമണി ചാമവിള, സുരേഷ് ചാമവിള, സുരേദാസ് ചാമവിള, സെബാസ്റ്റ്യൻ ചാമവിള, ദാനം പ്രദീപ് ചാമവിള എന്ന ഭവനത്തിൽ അന്നത്തെ കരോൾ ശുശ്രൂഷ അവസാനിക്കും. ടീം സി സർവശ്രീ ഇബനീസർ ചിഞ്ചു ഭവൻ, റോസിലി BR ഭവൻ, ലില്ലിബായി ചെരുവിള, ലില്ലിബായി സോഫിൻ ഭവൻ, ഡേവിഡ് ചെരുവിള, ജസ്റ്റിൻ ജോൺ ചെരുവിള, റെജിനോൾഡ് S ജോസ്,
ഡ്രീം ഹൗസ് ദേവദാസൻ റിജി ഭവൻ, നെൽസൺ സുരേഷ് കുമാർ അയണിവിള, സുമതി അയണിവിള, മധു നീർവാളക്കുഴി, സ്വർണ്ണമ്മ നീർവാളക്കുഴി, കുമാർ കിള്ളി, യേശുദാസൻ, എൻ നിർമ്മല കോട്ടേജ്, എൻ ഷീബ രാജേഷ്, പത്മവിലാസം എന്ന ഭവനത്തിൽ അന്നത്തെ കരോൾ ശുശ്രൂഷ അവസാനിക്കും. ടീം ഡി സർവശ്രീ ബേബി സരോജം നക്രാഞ്ചിറ, ലില്ലിബായി പ്രസാദ് പ്രസാദ് ഭവൻ, ബിപിൻ കുമാർ കുമാർ ബിൽഡിംഗ്, ബാബു പുറ്റയിൽ, അഡ്വക്കേറ്റ് വിജയ ജോസഫ് കല്ലിവിള വീട്, ജയകുമാർ കോമേറ്റ്, എം സി ഐറിൻ ടീച്ചർ, മാത്യു റോയ് മാത്യൂസ്, വില്യം എസ് എൻ നഗർ, മെറ്റിൽഡ ടീച്ചർ, ജോൺ റോസ് ലളിത കോട്ടേജ്, സിൽവി ജോയ് ടീച്ചർ, എൻ ക്ലാസ്റ്റ് നിഷാന്ത്, ഡോക്ടർ ബി എസ് സെലിൻ ജോയ് മേരിലാൻഡ്, ലേവി തച്ചങ്കോട്, രമണി ദാസ് ബുക്സ് എന്ന ഭവനത്തിൽ അന്നത്തെ കരോൾ ശുശ്രൂഷ അവസാനിക്കും. 4/12/2020 വ്യാഴം. ടീം എ സർവശ്രീ ആൽഫ്രഡ് കാക്കക്കോണം എന്ന ഭവനത്തിൽ ആരംഭിച്ച് മധു കാക്കക്കോണം, മേരി വിജയവിലാസം, ജോൺസൺ തോട്ടിൻകര, ബോവ ശരണ്യാഭവൻ, ഐസക് ടീക്കർ സെറീന ഭവൻ, ധർമ്മരാജ് പണയിൽ വീട്, വിജയരാജ് ഗീതം, പ്രശാന്ത് സ്നേഹതീരം, ക്രിസ്തുദാസ്, പ്രബോധ് കുമാർ റാണിഭവൻ, രത്നദീപം മേരി വത്സല, നിനിൽ ശശി നിന്നി നിവാസ്, ബാബു കുഴലാർ, ബെൽസി ബിനുഭവൻ കുഴലാർ, വിൽസൺ കുഴലാർ, വിജയരാജ് കുഴലാർ, സുന്ദർ സിംഗ് കുഴലാർ എന്ന ഭവനത്തിൽ അന്നത്തെ കരോൾ ശുശ്രൂഷ അവസാനിക്കും. ടീം ബി സർവശ്രീ സത്യകുമാർ കോട്ടാക്കുഴിയുടെ ഭവനത്തിൽ ആരംഭിച്ച് വത്സലകുമാർ കോട്ടാക്കുഴി, സൈമൺ പ്രദീപ് മന്ദിരം, സത്യഭവൻ, ഡിക്സൺ രാജ് ടീച്ചർ ആരാമം, ഐഡ സെലിൻ കോട്ടാക്കുഴി, മുത്തയൻ ടീച്ചർ ലീല കോട്ടേജ്, മധുകുമാർ മനീഷ, തോമസ് കുഴിവിള, മേരി ചാമവിള, മാർക്കൂസ് ചാമവിള, സുകുമാരൻ ചാമവിള, ജോർജ് സുരേഷ് ചാമവിള എന്ന ഭവനത്തിൽ അന്നത്തെ കരോൾ ശുശ്രൂഷ അവസാനിക്കും. ടീം സി സർവശ്രീ മണിയൻ കൊറ്റംകുഴി, രത്നാകരൻ ആനന്ദവിലാസം, പ്രസന്നകുമാർ ഒമേഗ ഭവൻ, സുനിൽകുമാർ അഖിൽ ഭവൻ, സുന്ദരദാസ് എസ് എസ് ഭവൻ, ജയരാജ് കാര്യോട്ടുകോണം, ശമുവിൽ കാന്തള, ഗമാലിയൽ ഇമ്മാനുവേൽ, ലളിത കാന്തള, വിശ്വരാജ് ലീലാഭവൻ, എബനീസർ വിനയരാജ് കാന്തള ബംഗ്ലാവ്, ശശി കാന്തള, ജബിൽസൻ കാന്തള, സുബിൽസൻ കാന്തള, ഇ വിജയരാജ്, പ്രവീൺ വി പി ഗ്രേസ്ഡേൽ എന്ന ഭവനത്തിൽ അന്നത്തെ കരോൾ ശുശ്രൂഷ അവസാനിക്കും. ടീം ഡി സർവശ്രീ ഹൈമജി ടീച്ചർ, റവറൻ ഡോക്ടർ ബി എച്ച് ഗിൽസരാജ് അച്ഛൻ ഗിൽസ് ഭവൻ, വനജ ടീച്ചർ, പ്രശാന്ത് ജി വില്യം ദീപം, പ്രൊഫസർ ദേവരാജ്, ദേവദാനം സാരസം സാരസം ഹൗസ്, വിൽ ചാൾസ്, അഭിരൂപ് കാരുണ്യ, രത്നാബായി പ്രദീപ് നിവാസ്, സുധാകുമാരി ഗ്ലാസ്റ്റൻ മഹിമ, അനിൽ പ്രദീപം പ്രദീപ് നിവാസ്, അജിത് പ്രദീപം പ്രദീപ് നിവാസ്, സുഷമ ജസ്റ്റസ് ഡ്രീംസ്, ക്രിസ്റ്റൽ ജോയ് ടീച്ചർ പിലാവിള, ടി എസ് സജി തോമസ് നിവാസ്, ബിജു ടി എസ് ശാരദാലയം, ടി എസ് ജയരാജ് ടീച്ചർ ഗ്രേസ് നിവാസ് എന്ന ഭവനത്തിൽ അന്നത്തെ കരോൾ ശുശ്രൂഷ അവസാനിക്കും. 5/12/2020 ശനി കരോൾ ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതല്ല. 6/12/2020 അതായത് അടുത്ത ഞായറാഴ്ച ടീം എ സർവശ്രീ കമലം, വിജയകുമാർ എലിശ, വിക്ടർ കുമാർ എലിശ, വിൻസ് കുമാർ എലിശ പി കെ മന എന്ന ഭവനത്തിൽ ആരംഭിച്ച് ജസ്റ്റിൻ ജോയ് കുഴലാർ, സുരേഷ് കുമാർ ടീച്ചർ നിലാവ്, ഡി സ്റ്റാലോ ജോൺ ടീച്ചർ കുഴലാറ്, ഡി മോഹൻദാസ് ടീച്ചർ പ്രണവം, രതീഷ് കുമാർ ടി ഒ കുഴലാർ, ശോഭനദാസ് ഗീതുഭവൻ, സെസിലക്സ് തേരിവിള, അജി തേരിവിള, ഡെയ്സി, രാജൻ, രാജേഷ് കോളനി വീട്, സരസു കോളനി വീട് എന്ന ഭവനത്തിൽ അന്നത്തെ കരോൾ ശുശ്രൂഷ അവസാനിക്കും. ടീം ബി സർവശ്രീ ജസ്റ്റിൻ ജോസ് ചാമവിള എന്ന ഭവനത്തിൽ ആരംഭിച്ച് രാജൻ, അനീഷ് ചാമവിള, വിജയദാസ് എസ് എൻ നിവാസ്, സുശീല രാജേഷ് ചാമവിള, ആറുമുഖം ചെട്ടിയാർ ചാമവിള, ആൽബി റസൽ ചാമവിള, സരളാബായി ചാമവിള, ക്രിസ്റ്റഫർ ചാമവിള, യേശുദാസ് ചിത്രാലയം, റോബർട്ട് അലക്സ് ഭവൻ, ചെല്ലമ്മ ക്രിസ്റ്റി, ജോർജ് സണ്ണി ചാമവിള, വിജയദാസ് ഡി എസ് സദനം എന്ന ഭവനത്തിൽ അന്നത്തെ കരോൾ ശുശ്രൂഷ അവസാനിക്കും. ടീം സി സർവശ്രീ അഡ്വക്കേറ്റ് ബാബു ഡി ഡി ചൈത്രം കട്ടക്കോട്, സുനിൽ പോൾ ജെയിൻ എസ് എസ് ഭവൻ, എലിഷ രാജു ലിറ്റിൽ ഭവൻ, ക്രിസ്തുദാസ് അനീഷ ഭവൻ, ജ്ഞാനദാസ് ലിജോ ദാസ് ലിജോ ഭവൻ, ഷിംഷോൻ വിനുഭവൻ, സോമൻ എസ് എസ് ഭവൻ, വിമല കാന്തള, സ്റ്റീഫൻസൺ എസ് അനീഷ നിവാസ്, ബർട്ടിൻ ജോസ് അലൻ നിവാസ്,
എസ് സ്റ്റീഫൻസൺ, വിനിൽ ജോസ് ജോസ് ഭവൻ, ബിനിൽ ജോസ് അനുഗ്രഹഭവൻ, സത്യരാജി SR ഭവൻ കാന്തള, സത്യനേശൻ, സത്യ ജയസിംഗ്, സത്യ ജോയി, സത്യലാജി സത്യഭവൻ എന്ന ഭവനത്തിൽ അന്നത്തെ കരോൾ ശുശ്രൂഷ അവസാനിക്കും. ടീം ഡി സർവശ്രീ ബാബു അരുവിമുഖം എന്ന ഭവനത്തിൽ ആരംഭിച്ച് അജിത് അരുവിമുഖം, തങ്കരാജ് ഉദിയന്നൂർ, മുരളീധരൻ ഉദിയന്നൂർ, ലോറൻസ് നാവട്ടിക്കോണം, വർഗീസ് സുരേഷ് കോട്ടേജ്, ഹെലൻ സുരേഷ് കോട്ടേജ്, ഗോഡ്വിൻ റോയ് SB വിലാസം, പ്രസാദ് അരുവിമുഖം, സ്റ്റാൻലി കെ, അനിൽകുമാർ അരുവിമുഖം, ബേബി അരുവിമുഖം, മേരി അരുവിമുഖം, അജി അരുവിമുഖം, അനി അരുവിമുഖം, കെ സ്റ്റീഫൻസൺ അരുവിമുഖം എന്ന ഭവനത്തിൽ അന്നത്തെ കരോൾ ശുശ്രൂഷ അവസാനിക്കും. കരോൾ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി അവരും പ്രാർത്ഥനയോടെ ഇതിൽ പങ്കുചേരുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ അന്തരീക്ഷവും സാഹചര്യങ്ങളും ഭൂപ്രകൃതിയെല്ലാം നമുക്ക് അനുഗ്രഹമായിരിക്കേണ്ടതിന് ഏവരും നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളിലും വ്യക്തിപരമായ പ്രാർത്ഥനകളിലും ഓർക്കുവാൻ ഓർമ്മപ്പെടുത്തുന്നു. TJM ഹാളിൻ്റെ 2ാം ഘട്ട പണികളുടെ ഭാഗമായി അതിൻ്റെ കോൺക്രീറ്റ് പണികൾ, തട്ട് കോൺക്രീറ്റ് കഴിഞ്ഞ 23-ാം തീയതി തിങ്കളാഴ്ച നടത്തുന്നതിനിടയായി അതിൽ സഹകരിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് അഡ്വാൻസായിട്ട് തുക നൽകിയവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 1-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ഓഡിറ്റോറിയത്തിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. അതിലേവരും കമ്മിറ്റി അംഗങ്ങൾ പങ്കുചേരുക. നമ്മുടെ പാലേറ്റീവ് കെയറിൻ്റെയും പൂർ ഫണ്ടിൻ്റെയും സുവിശേഷ സമിതിയുടെയും പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കുന്നു. അതിൻ്റെ ബോക്സ് കളക്ഷനിലൂടെ ധനം ശേഖരിച്ച് കിറ്റ് നൽകുന്നതിനും അതുപോലെ മിഷണറിമാർക്ക് മിഷണറി ഗിഫ്റ്റ് നൽകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു. നമ്മുടെ പൂർ ഫണ്ട് ആഭിമുഖ്യത്തിലും സാധുവസ്ത്രവും അതുപോലെ നിർധനരായ ആളുകൾക്കുള്ള ധനസഹായവും നൽകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു. ഇതിലെല്ലാവരും പ്രാർത്ഥനയോടെ സഹകരിക്കുവാൻ ഓർമ്മപ്പെടുത്തുന്നു. പൂഞ്ഞാങ്കോട് നടക്കുന്ന ആരാധന ഇന്ന് വൈകുന്നേരം ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ ആ സമീപത്തുള്ള ആളുകൾ പങ്കുചേരുവാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള ആരാധനകളും ശുശ്രൂഷകളുമെല്ലാം നടക്കുന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തണമെന്നുള്ളവർക്ക് ഒരു കുടുംബത്തിലെ കുഞ്ഞിനോ അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്കോ സ്നാനം നൽകുന്നതാണ്. അങ്ങനെ ആവശ്യമുള്ള ആളുകൾ മാതാപിതാക്കൾ അറിയിക്കുക. അടുത്ത ഞായറാഴ്ച 3-ാമത്തെ ആരാധനയിൽ 10:30 മണിക്കുള്ള ആരാധനയിൽ അത്യാവശ്യം വേണ്ട ആളുകൾക്ക് ചിലർക്ക് നമുക്ക് തിരുവത്താഴ ശുശ്രൂഷ ക്രമീകരിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾ നേരത്തെ അറിയിച്ചതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുക. ഡിസ്ട്രിക്ട് കൗൺസിലിൻ്റെ ഒരു യോഗം ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. പ്രതിനിധികൾ അതിൽ പങ്കുചേരുവാൻ ഓർമ്മപ്പെടുത്തുന്നു. 2 വിവാഹ പരസ്യങ്ങളുണ്ട്. കുളത്തുമ്മൽ ഡിസ്ട്രിക്റ്റിൽ കുളത്തുമ്മൽ സഭയിൽ മിസ്റ്റർ എ രാജരത്നം, മിസ്സസ് DC ഷെർലി, മകൻ രൂപേഷ് RSും, കാട്ടാക്കട ഡിസ്ട്രിക്റ്റിൽ കാട്ടാക്കട സഭയിൽ ലേറ്റ് D ശോഭനദാസ്, മിസ്സസ് ജെ രമണിബായി, മകൾ ഹേബാദാസും തമ്മിലും, കാട്ടാക്കട ഡിസ്ട്രിക്റ്റിൽ കാട്ടാക്കട സഭയിൽ ലേറ്റ് P ഗംഗാധരൻ, മിസ്സസ് B സുലോചനകുമാരി, മകൻ ജ്യോതി GSും, കന്യാകുമാരി മഹായിടവയിൽ മരുതങ്കോട് ഡിസ്ട്രിക്റ്റിൽ മത്തബാല സഭയിൽ മിസ്റ്റർ S ജയമോഹനൻ, മിസ്സസ് DR ഷീല ജാസ്മിൻ, മകൾ രേഷ്മ ജയസും തമ്മിലും വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ സംബന്ധിച്ചിരിക്കുന്നു. ഈ വിവാഹങ്ങൾ നിയമവിരുദ്ധമാണെന്നോ വേദവിരുദ്ധമാണെന്നോ ആർക്കെങ്കിലും തക്കതായ കാരണം തെളിയിക്കുന്നതിന് കഴിഞ്ഞാൽ ആയതിനെ ഇന്നു മുതൽ 10 ദിവസങ്ങൾക്കകം എന്നെ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നാം അർപ്പിച്ചിരിക്കുന്ന കാഴ്ചകളെ നേർച്ചകളെ ഓർത്തും കുടുംബജീവിതത്തിൽ പ്രവേശിപ്പിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്തും മറ്റെല്ലാ ആവശ്യങ്ങളെ ഓർത്തും നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കരുണാസമ്പന്നനും ഞങ്ങളുടെ ജീവന്റെ ഉടമസ്ഥനുമായ ഞങ്ങളുടെ ദൈവമേ, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്ന ഭാഗ്യമെന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയും അതിനൊരു ഉത്തമ മാതൃകയായി ഞങ്ങളുടെ ഇടയിൽ ജീവിച്ച് അവിടുത്തെ തിരുസാന്നിധ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഇപ്പോഴും ഞങ്ങളെ അവിടുത്തെ ദിവ്യമായ കരങ്ങളിൽ വിനയപ്പെടുത്തുന്നു. ഈ പ്രതികൂല സാഹചര്യങ്ങളിലും അനുകൂലമായിരിക്കുന്ന അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിലനിൽപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. അവിടുന്ന് ഞങ്ങളുടെ ജീവന്റെ ബലമായിരിക്കുന്നു. പ്രത്യേകാൽ അങ്ങ് നടത്തുന്ന വിധങ്ങളെ ഓർത്തുകൊണ്ട് നേർച്ചകളും കാഴ്ചകളുമായി കടന്നു വന്നിരിക്കുന്നവരെ, സ്തുതി സ്തോത്രങ്ങളോടെ സ്തോത്ര കാഴ്ചകൾ സമർപ്പിച്ചിരിക്കുന്നവരെ ഏവരെ അവിടുന്ന് അനുഗ്രഹിച്ച് ആസ്വദിക്കണമേ. കർത്താവെ, കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്നതിനായിട്ട് ഒരുങ്ങുന്ന
ഞങ്ങളുടെ യുവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവുള്ള സമർപ്പണത്തോടെ, പ്രാർത്ഥനയോടും സമർപ്പണ മനോഭാവത്തോടും തങ്ങളുടെ കുടുംബ ജീവിതത്തിൻ്റെ സമാരംഭം അങ്ങയിൽ നടത്തുവാൻ അവിടുന്ന് കൃപ നൽകുകയാൽ സ്തോത്രം. അവിടുന്ന് തന്നെ അവരെ ഒരുമിപ്പിക്കണമേ. പ്രത്യേകാൽ മലവിളയിൽ സൗമ്യ എന്ന മകൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സഭയായി ഞങ്ങൾ പ്രത്യേകം ആ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. തിരുകൃപയുടെ ബഹുത്വത്തിൽ നടത്തുകയും എല്ലാ ആവശ്യങ്ങളിലും അവിടുത്തെ തിരുകൃപ നൽകി അവരുടെ ജീവിതത്തെ പ്രത്യേകം അവിടുന്ന് പ്രശോഭിപ്പിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, വിവിധ തരത്തിൽ വിവിധ ആവശ്യങ്ങളോടുകൂടി ആയിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് കാണുകയാൽ സ്തോത്രം. ജന്മാളാഘോഷവും കുടുംബവാർഷികം ഓർത്തും ദൈവം നൽകിയ വിവിധ തരത്തിലുള്ള നന്മകളെ ഓർത്തും തിരുസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ഏവരെ അനുഗ്രഹിക്കണം. ഇവിടെ ഓഡിറ്റോറിയത്തിൻ്റെ പണികളിൽ ദൈവം നൽകിക്കൊണ്ടിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. എൻ്റെ രണ്ടാം ഘട്ടത്തെ കോൺക്രീറ്റ് വളരെ ഭംഗിയായി നിർവഹിക്കുന്നതിന് ദൈവം കൃപ ചെയ്തല്ലോ. തുടർന്ന് അവിടുന്ന് നടത്തണമെന്ന് അപേക്ഷിക്കുന്നു. മറ്റെല്ലാ ശുശ്രൂഷകളെ അവിടുന്ന് അനുഗ്രഹിക്കണം. ദൈവകൃപയെ ഞങ്ങളെ കാക്കണം, നന്മകളാൽ നിറയ്ക്കണമേ. തുടർന്ന് നടക്കുന്ന കരോൾ ശുശ്രൂഷയും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹവും ഞങ്ങളുടെ ദേശത്തിന് നന്മയുള്ളതായിത്തീരുവാൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനമെന്ന് ഘോഷിച്ചതുപോലെ നിങ്ങൾ ഭയപ്പെടാതെ അവിടുത്തെ ദിവ്യമായ കൃപകളിൽ ആശ്രയിച്ച് വീരനായ ദൈവമായിരിക്കുന്ന അവിടുത്തെ ഘോഷിപ്പാൻ കൃപ നൽകണമെന്ന് അപേക്ഷിക്കുന്നു. സമസ്തവും തിരുപ്പാദത്തിൽ തരുന്നു. യേശു മശിഹാ മൂലം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ കൊയറിൻ്റെ ഒരു പ്രത്യേക പാട്ട് നമുക്ക് കേൾക്കാവുന്നതാണ്. ആ പാട്ടിന് ശേഷം മിസ്റ്റർ ഷിബു ജസ്റ്റിസ് നമ്മോട് തിരുവചനത്തിൽ നിന്ന് സംസാരിക്കുന്നതാണ്. ും
ബഹുമാനമുള്ള വൈദികരെ, സഭാ കമ്മിറ്റി അംഗങ്ങളെ, ഗായക സംഘാംഗങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കേവർക്കും ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. ഇന്ന് കൊയർ ഡേ ആയിട്ട് ആചരിക്കുകയാണല്ലോ. ഈ കൊയർ ഡേ ആയിട്ട് ആചരിക്കുന്ന സമയത്ത് കൊയറിൻ്റെ ഒരു പ്രസക്തി പറയുന്നത് ഏറ്റവും അഭികാമ്യമാണ്. ഒരു സഭയുടെ ഏറ്റവും പ്രധാന ഘടകങ്ങളിലൊന്നാണ് ഗായക സംഘം. ഒരു ഞായറാഴ്ച ആരാധനയിൽ വൈദികർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഗായക സംഘാംഗങ്ങളെയാണ്. ശ്രദ്ധിക്കപ്പെടുന്നു എന്നുദ്ദേശിക്കുന്നത് സഭാജനങ്ങൾ ഉൾപ്പെടെ. ഇപ്പം അച്ഛൻ പറയും 12ാമത്തെ അല്ലെങ്കിൽ 5ാമത്തെ പാട്ട് പാടാം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണ് ഗായക സംഘങ്ങളിലേക്ക് നീങ്ങും. ഒപ്പം നമ്മൾ എണീക്കുകയും ചെയ്യും. എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാണ് ഈ ഗായക സംഘം. ഈ ഗായക സംഘത്തിൽ അംഗങ്ങളായിരിക്കുക എന്നുള്ളത് തന്നെ ഒരു പ്രിവിലേജാണ്, ഒരു പദവിയായിട്ടാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ഈ ഗായക സംഘത്തിൽ ഇരുന്ന് പാടുന്നതിനേക്കാൾ ഭംഗിയായിട്ട് പാടാൻ കഴിവുള്ളവരും അറിവുള്ളവരും ഇവിടെ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. പക്ഷേ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് ഒരു കൂട്ടം ഗായക സംഘാംഗങ്ങളെയാണ്. ഞങ്ങൾ എല്ലാവരെയും പാടുവാൻ വേണ്ടിയിട്ട് ഈ ഗായക സംഘത്തിലേക്ക് അതിൻ്റെ ക്രമീകൃതമായ രീതിയിൽ പാടുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അക്ഷരം എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്. ഈ അക്ഷരങ്ങൾ കൂടുമ്പോൾ വാക്കുകളായിട്ട് രൂപം പ്രാപിക്കുന്നു. വാക്കുകളായിട്ട് രൂപം പ്രാപിക്കുന്ന ഈ വാക്കുകൾ ചേർന്ന് ആശയങ്ങൾ ഉണ്ടാകുന്നു. ഈ ആശയങ്ങൾ ഭക്തന്മാരുടെ കൈവശം ലഭ്യമാകുമ്പോൾ കവിതകളായിട്ട് രൂപം പ്രാപിക്കുന്നു. ഗാനങ്ങൾ ഉണ്ടാകുന്നു. ഈ ഗാനങ്ങൾ അനേകം ആത്മാക്കൾക്ക് ദുഃഖത്തിലും സന്തോഷത്തിലും ആശ്വാസം പകരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, ദുഃഖത്തിലും സന്തോഷത്തിലും എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല സന്തോഷം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ മൂളിപ്പാട്ടുകൾ പാടാൻ തുടങ്ങും. കടുത്ത ദുഃഖം വരുന്ന സമയത്ത് നമ്മൾ ആശ്വാസഗീതങ്ങൾ പാടുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ദുഃഖത്തിലും സന്തോഷത്തിലും നമുക്ക് ആശ്വാസം തരുന്ന ഒന്നാണ് ഈ ഗാനം. ദൈവത്തിൻ്റെ സന്നിധിയിൽ തപ്പിനോടും നൃത്തത്തോടും കിന്നരത്തോടും കാഹള ശബ്ദത്തോടും കൂടെ ഗാനങ്ങൾ ആലപിക്കണം. ദൂതന്മാരുടെ പ്രധാന ദൗത്യവും അതുതന്നെ, ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുക. അങ്ങനെ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ എന്നുള്ളതാണ് ഈ ഗായക സംഘത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന്. നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു ഗായക സംഘമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ മഹായിടവയിൽ അറിയപ്പെടുന്ന ഗായക സംഘങ്ങളിൽ ഒന്നാണ് ഇത്. ഇതിന് നല്ലൊരു നേതൃത്വം നമ്മുടെ വന്യ വൈദികർ നൽകുന്നുണ്ട്. കൊയർ കൺവീനറായിട്ട് ശ്രീ ജോയൽ സർ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ കൊയർ മാസ്റ്ററായിട്ട് തൊഴിക്കൽ സഭാംഗമായ ശ്രീ ദേവപ്രസാദ് സാറാണ് ഇതിനു വേണ്ടിയിട്ട് സേവനം അനുഷ്ഠിക്കുന്നത്. പിന്നെ ഓർഗനൈസ്റ്റുകളുണ്ട്, പാടുവാൻ കഴിവുള്ളവരുണ്ട്. എല്ലാവരും ചേർന്ന് ഒന്നായി, ഇൻഡിവിജ്വലായിട്ടല്ല, ഒന്നായി നമ്മൾ പാടുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ അനേകം ആത്മാക്കൾക്കും ഒക്കെ സന്തോഷം പകരുന്ന ഒന്നായിട്ട് ഈ ഗായക സംഘം മാറിയിരിക്കുന്നു. ഈ ഗായക സംഘം കൂടുതൽ മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിച്ചു വരാൻ ദൈവം കൃപ കൊടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ എൻ്റെ കൃത്യത്തിലേക്ക് ഇനി കടക്കട്ടെ. നമുക്കിരിക്കുന്ന ഇരിപ്പിൽ നമ്മുടെ തലകൾ ഉണക്കി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് ആഗമന കാലത്തിൽ 1-ാം ഞായറാണ്. ഇന്ന് നമ്മുടെ സഭ ചിന്തിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ക്രിസ്തുവാഗമനത്തിൻ്റെ ആനന്ദപൂരിതമായ പ്രതീക്ഷ, ജോയ്ഫുൾ എക്സ്പെക്ടേഷൻ ഓഫ് ക്രൈസ്റ്റ് കമ്മിങ് എന്നുള്ള വിഷയമാണ് ഇന്ന് ദക്ഷിണേന്ത്യ സഭ മുഴുവനായിട്ട് ചിന്തിക്കുന്നത്. ഒരിക്കൽ ഒരു 24 വർഷങ്ങൾക്ക് മുൻപ് പെറുഗ്വയിൽ വംശജനായ ജോവാൻ എന്ന് പറയപ്പെടുന്ന ഒരു മീൻപിടുത്തക്കാരൻ
തൻ്റെ കൂട്ടുകാരോടൊത്ത് 4 പേരടങ്ങുന്ന സംഘം പസഫിക് സമുദ്രത്തിൽ മീൻ പിടിക്കുവാൻ വേണ്ടിയിട്ട് പോയി. ദിവസം 2 കഴിഞ്ഞു. നല്ല പെരുത്ത മീൻകൂട്ടം അവർക്ക് ലഭിച്ചു. ഈ മീനുകളെല്ലാം അവരുടെ സ്റ്റോറേജിലെല്ലാം ഡെപ്പോസിറ്റ് ചെയ്തു. തിരികെ പെട്ടെന്ന് തന്നെ വരുവാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. എന്നാൽ അതിശക്തമായിട്ടുള്ള കാറ്റും മഴയും ഉണ്ടായി. പരിസരം കാണുവാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ, തീരം ഏതാണെന്ന് അറിയാൻ പാടില്ലാത്ത ഒരവസ്ഥ. ഈ അവസ്ഥയിൽ തൻ്റെ ചെറു ബോട്ട് ഇങ്ങനെ വട്ടം ചുറ്റുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു, കാറ്റ് ശമിക്കുന്നില്ല. ഏകദേശം 1 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും കാറ്റ് ശമിച്ചു. പക്ഷേ തങ്ങളുടെ ബോട്ടിലെ എഞ്ചിനുകൾക്കെല്ലാം കേടുപറ്റി. അവരിങ്ങനെ ലക്ഷ്യം കാണാതെ അലയുകയാണ്. അങ്ങനെ അലഞ്ഞലഞ്ഞ് അവരുടെ കൈവശമുണ്ടായിരുന്ന ഭക്ഷണം അവസാനിക്കുന്നു, ശുദ്ധജലം അവസാനിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തങ്ങളുടെ കൂട്ടാളികൾ ഓരോന്നോരോന്നായിട്ട് മരണപ്പെടുകയാണ്. അവസാനം 2 പേര്, ജോവാനും തൻ്റെ ഒരു സഹകൂട്ടുകാരനും മാത്രം അവശേഷിക്കുന്നു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞു. പച്ച മത്സ്യത്തെയും കടൽ വെള്ളവും ഈ ആമയുടെ ശരീരത്തിൽ നിന്ന് ഊറി വരുന്ന രക്തവുമൊക്കെ കുടിച്ച് അവർ ജീവിക്കുകയാണ്. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തൻ്റെ സഹകൂട്ടുകാരനും മരണപ്പെടുന്നു. 464 ദിവസം ഈ ജോവാൻ ഒറ്റയ്ക്ക് സമുദ്രത്തിൽ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞു. അവസാനം മെക്സിക്കോയുടെ തീരത്ത് 6000 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് അവരെത്തുകയാണ്. അതായത് ഈ പെറുഗ്വേയിൽ നിന്ന് മെക്സിക്കോയിലേക്കുള്ള ദൂരം 6000 കിലോമീറ്റർ. ഏകദേശം കേരളത്തിൻ്റെ 10 പ്രാവശ്യം നീട്ടിവെച്ചാൽ എത്തുന്ന അത്രയും ദൂരം സഞ്ചരിച്ച് അവിടെ എത്തുകയാണ്. പലപ്പോഴും മരണത്തെ മുഖാമുഖം കണ്ടു, താൻ ആത്മഹത്യയെക്കുറിച്ചെല്ലാം ചിന്തിച്ചു. പക്ഷെ ഈ സമയം നമ്മൾ അവരുടെ വീട്ടുകാരെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്ന നന്നായിരിക്കും. തങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ തങ്ങളുടെ സഹോദരൻ, തങ്ങളുടെ ഭർത്താവ് മരണപ്പെട്ടു പോകും, മരണപ്പെട്ട് കഴിഞ്ഞു, ഇനി ജീവിക്കുകയില്ല എന്നുള്ളൊരു ചിന്തയിൽ ഇരിക്കുന്ന സമയത്താണ് മെക്സിക്കോയിൽ നിന്ന് ഒരു അറിയിപ്പുണ്ടാകുന്നത്: നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ സഹോദരൻ ജീവിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞാൽ എത്ര സന്തോഷമായിരുന്നു ആ കുടുംബത്തിന് ഉണ്ടായത്. ഒരു വലിയ ഒരു ആഗമനത്തിൻ്റെ സന്തോഷം അവിടെ ഉണ്ടാവുകയാണ്. തൻ്റെ ഭർത്താവ് ഏതാനും നിമിഷങ്ങൾക്കകം, ഏതാനും ദിവസങ്ങൾക്കകം തങ്ങളുടെ ഭവനത്തിൽ എത്തിച്ചേരുമെന്നുള്ള ഒരു പുതു സന്തോഷം. ഇത് തന്നെയാണ് യഹൂദ പട്ടണത്തിലും സംഭവിച്ചിരുന്നത്. അന്നത്തെ ജനം മുഴുവനായിട്ട് ബറബാസിനെ പോലുള്ള ഭീകരന്മാരായിട്ടുള്ള കുറ്റവാളികളാൽ അവിടുത്തെ ദേശത്തെ ജനങ്ങളെ മുഴുവനും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, കൊലപാതകവും പിടിച്ചുപറിയും യഥേഷ്ടം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അന്നത്തെ ജനം ഒരു രക്ഷകനെ തേടുന്നത്. തങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഒരു മെശിഹ വരും എന്നൊരു പ്രത്യാശയുടെ അനുഭവത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള ഒരു ജനം. ആ സമയത്താണ് യേശുവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു സന്ദർഭം ആദ്യമായിട്ട് ഇവിടെ ഉടലെടുക്കുന്നത്. നമ്മുടെ സഭയുടെ ലിറ്റർജിക്കൽ കലണ്ടർ ആരംഭിക്കുന്നത് തന്നെ ആഗമന കാലത്തോടു കൂടിയാണ്. ക്രിസ്മസിന് മുമ്പുള്ള 4 ഞായറുകൾ ഈ കാലഘട്ടത്തിൽ ഉൾപ്പെടുന്നു. പാശ്ചാത്യ പൗരസ്ത്യ സഭകളും നവീകരണ സഭകളും ഈ കാലത്തെ ആഗമന കാലമായി അംഗീകരിക്കുന്നു. 1-ാം ഞായറാണ് ആഗമനത്തിലെ 1-ാം ദിനം. മെശിഹായെക്കുറിച്ചുള്ള പ്രതീക്ഷയുടെ ഒരു ദിനങ്ങളായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. അപ്പോഴാണ് ഈ മറിയയ്ക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാകുന്നത്. ഈ രക്ഷകൻ ഇവിടെ മറിയയുടെ ഉദരത്തിൽ ഉരുവാകുന്ന ജനം അറിയുവാൻ പോകുന്ന ഒരു നിമിഷം ആണ് ഇത്. സഭ യേശുവിൻ്റെ ജനനത്തെ മാത്രമല്ല 2-ാം വരവിനെയും പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ നോക്കി കാത്തിരിക്കുന്ന ഒരു അനുഭവം. പൗരസ്ത്യ സഭകൾ ആഗമന കാലത്തിൽ നോമ്പാചരണത്തോടുകൂടെ ക്രിസ്മസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. ലൂക്കോസ് 1-ാം അധ്യായത്തിൽ മെശിഹായുടെ വരവിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ അവിടെ പ്രധാനമായിട്ട് പറയുകയാണ്. മെശിഹായുടെ വരവിനെക്കുറിച്ചുള്ള വിളംബരം ആദ്യമായിട്ട് കേൾക്കുന്ന മറിയയുടെയും ജോസഫിൻ്റെയും കുടുംബം അത്ഭുതത്തിലും അവിശ്വാസത്തിലും താണുപോയതായിട്ട് നാം വായിക്കുന്നു. കാരണം മശിഹ മറിയയുടെ ഉദരത്തിൽ ഉരുവാകുന്നു എന്ന്, പരിശുദ്ധാത്മാവിനാൽ മറിയ ഗർഭിണിയാകുന്നു എന്നറിഞ്ഞപ്പോൾ അവർക്ക് അതിശയമായി, അവർക്ക് അത്ഭുതമായിട്ട് പോകുന്നു. അതുപോലെ തന്നെ അവിശ്വാസം, അതിങ്ങനെ സംഭവിക്കുമോ? സാറായുടെ ജീവിതത്തിൽ നമുക്കറിയാം, അബ്രഹാമിൻ്റെ ഭാര്യ സാറായുടെ അനുഭവത്തിലും തനിക്കൊരു കുഞ്ഞ് ജനിക്കുവാൻ പോകുന്നു എന്ന് പറയുന്ന സമയത്ത് സാറ ചിരിച്ചു എന്നത്രേ. അപ്പോൾ അവിടെയും അവിശ്വാസം നമുക്ക് കാണാം. പക്ഷേ ഇവിടെ മറിയ വിശ്വസിക്കുന്നു. എന്നാൽ തുടർന്ന് ദൈവത്തിൻ്റെ വിപുലമായിട്ടുള്ള രക്ഷണ്യ പദ്ധതിയിൽ തങ്ങളെ ഉൾക്കൊള്ളിച്ചതിൻ്റെ ചാരിതാർത്ഥ്യം കൊണ്ട് അവരുടെ മനസ്സ് നിറയുകയാണ് ജോസഫിൻ്റെയും മറിയയുടെയും.
സുവിശേഷത്തിൻ്റെ പങ്കാളികളാകുന്ന ഏവരിലും ഈ മനോഭാവം വളരുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നു. ഇന്നത്തെ ധ്യാന വിഷയവുമായിട്ടുള്ള ബന്ധത്തിൽ പ്രാചീന സഭ എങ്ങനെ ക്രിസ്തുവിൽ ദൈവിക പദ്ധതിയുടെ നിവൃത്തി കണ്ടു എന്നും ആ ദൈവിക പദ്ധതിയുടെ സാക്ഷികളായവരുടെ ജീവിതത്തിലൂടെ അതെങ്ങനെ വെളിപ്പെട്ടു എന്നും പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് നാം ഈ സമയം ചിന്തിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. വളരെ ലഘുവായിട്ട് നമുക്ക് ചിന്തിച്ചത് അവസാനിക്കാം എന്ന് കരുതുകയാണ്. ഒന്നാമതായിട്ട്, കർത്താവിൻ്റെ വരവിലുള്ള നന്മ വ്യക്തിബന്ധത്തിൽ. The good news of the Lord revealed in advance is personal. നന്മ വ്യക്തി ജീവിതത്തിൽ. സീമാതീതനും അദൃശ്യനുമായിട്ടുള്ള ദൈവം സമീപസ്ഥനും ദൃശ്യനുമായി എന്നതാണ് ആഗമനം പ്രഖ്യാപിക്കുന്ന സദ്വാർത്ത. മറിയയ്ക്ക് ദൈവ അരുളപ്പാട് ലഭിച്ചപ്പോൾ അവൾ സംശയിച്ചു എങ്കിലും വിനയപൂർവം ദൈവിക പദ്ധതിക്കായിട്ട് അവൾ തന്നെ ഇവിടെ സമർപ്പിക്കുകയാണ്. അങ്ങനെ തന്നെ വിധേയപ്പെടുത്തിക്കൊണ്ട് അവൾ പ്രവർത്തിക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത്. അവൾ നേരെ പോയത് എലിസബത്തിന്റെ അടുത്തേക്കാണ്. എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായത് മനുഷ്യലോകത്ത് സാധ്യമാക്കുവാൻ കഴിയുള്ള യഹോവയിൽ അവൾ വിശ്വസിച്ചവളായിരുന്നു. ലോകം അനുഭവിക്കേണ്ട ദൈവാനുഭവത്തിന്റെ നന്മ തികച്ചും വ്യക്തിപരമാണ് എന്നത് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വ്യക്തിപരമായിട്ടുള്ള ദൈവത്തിന്റെ നന്മ അമൂർത്തമായതോ അഭൗമികമായി കരുതേണ്ടതോ അല്ല എന്നത് ഇതിലൂടെ മനസ്സിലാക്കണം. മാഗ്നിഫിക്കറ്റ് എന്ന പേരിൽ സഭ എഴുതി വെച്ച് ഉപയോഗിച്ചു വരുന്ന മറിയമിൻ്റെ പാട്ടിൽ ഈ ആശയം സുദൃഢമായി പറഞ്ഞിരിക്കുന്നു. ഈ മറിയമിൻ്റെ പാട്ടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അന്ന് മുതലേ പാട്ടിന് പ്രസക്തിയുണ്ട്, ഗായക സംഘത്തിന് പ്രസക്തിയുണ്ട്. അന്ന് മുതൽ തന്നെ നമുക്കറിയാം, ദാവീദ് തനിക്ക് സന്തോഷം വരുമ്പോഴും ദുഃഖം വരുന്ന സമയത്തും കിന്നരം ഉപയോഗിച്ച് പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ അന്നത്തെ രാജാവിനും ദുഃഖം വരുന്ന സമയത്ത് ദാവീദിനെയാണ് കിന്നരം വായിക്കുവാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയത്. അദ്ദേഹത്തിന് പലപ്പോഴും ആശ്വാസം കിട്ടി. യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ തങ്ങളുടെ സൈന്യം നശിച്ചു പോകുമെന്നുള്ള സമയത്തും കിന്നരം വായിച്ച് പാട്ടുപാടി ആശ്വാസം കണ്ടെത്തിയിരിക്കുന്ന ഒരു രാജാവിനെ നമുക്കവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഗായക സംഘത്തിന് ഇന്ന് മുതലല്ല അന്ന് മുതലേ പ്രസക്തിയുണ്ട്. മറിയമിൻ്റെ പാട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. യേശുവിന് വേണ്ടിയിട്ട് ഗ്രൂപ്പായി പാടുന്ന സമയത്ത്, സമൂഹമായി നമ്മൾ കൊയറായി പാടുന്ന സമയത്ത് ഓരോ ഇൻഡിവിജ്വൽസിനും ഓരോ വ്യക്തികൾക്കും നന്മ ലഭിക്കുന്നു. ഗായക സംഘത്തെ മുഴുവനായിട്ട് കാണുന്നുവെങ്കിലും ജനം ചിന്തിക്കുന്നത്, ലോകം കാണുന്നത് ആരൊക്കെ പാടുന്നു, നന്മകൾ വ്യക്തിപരമായിട്ട് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. നമ്മൾ ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന പ്രവർത്തനത്തിൽ നിന്നും വ്യക്തിപരമായിട്ട് നന്മ ലഭിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം. ഒരു യഹൂദാദേശത്തിൻ്റെ പുനർചിന്തനം ഉണ്ടായ സമയത്ത് മറിയയ്ക്ക് വ്യക്തിപരമായിട്ട് പ്രസക്തി ലഭിച്ചതുപോലെ എബ്രഹാം ലിങ്കന്റെ ശവശരീരം വിലാപയാത്രയായിട്ട് കൊണ്ടുപോവുകയാണ്. ലിങ്കനെ കുറിച്ച് അറിയാം. അടിമകൾക്ക് വിരാമം ഇടുവാൻ വേണ്ടിയിട്ട് വളരെ അഹോരാത്രം പ്രവർത്തിച്ച ഒരു ഉന്നത വ്യക്തിയായിരുന്നു ലിങ്കൻ. തൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല, താൻ സ്വന്തമായിട്ട് മാത്രമല്ല, ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് പ്രവർത്തിച്ചിരുന്നെങ്കിൽ നടക്കില്ലായിരുന്നു. അവർ ഗ്രൂപ്പായിട്ട് പ്രവർത്തിച്ചു. പക്ഷേ ഈ വിലാപയാത്രയായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു നീഗ്രോ യുവതി തൻ്റെ കൊച്ചുമകനെ ഒക്കത്തിരുത്തിക്കൊണ്ട് ഇങ്ങനെ പറയാണ്, ലുക്ക് വെൽ മൈ ഡിയർ സൺ, ഹി ഡൈഡ് ഫോർ യു. എൻ്റെ പ്രിയ മകനെ, നീ ശരിക്കും നോക്ക്, ഈ മനുഷ്യൻ നിനക്ക് വേണ്ടിയിട്ട് മരിച്ചതാണ്. നോക്കണമേ, ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ഈ അടിമത്തത്തിന്റെ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള പ്രസക്തിയിൽ എബ്രഹാം ലിങ്കന് മാത്രം ഗായക സംഘത്തിലൂടെയും ആഗമനകാലത്തിലൂടെ മറിയയ്ക്ക് ലഭിച്ചതുപോലെ ഗായക സംഘത്തിനും ലഭ്യമാകുന്നത്. രണ്ടാമതായിട്ട് കർത്താവിൻ്റെ വരവിലെ നന്മ സാമൂഹിക ബന്ധത്തിൽ. ദ ഗുഡ്നസ് ഓഫ് ദ ലോർഡ് റിവീൽഡ് ഈസ് അഡ്വെന്റ് ഈസ് കമ്മ്യൂണൽ. സാമൂഹിക ബന്ധത്തിൽ ലഭിക്കുന്നതായിട്ടുള്ള നന്മ. മറിയ താൻ ഗർഭിണിയായി എന്നറിഞ്ഞ സമയത്ത് നേരെ പുറപ്പെട്ട് എലിസബത്തിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. താൻ പ്രാപിച്ചതും ഉൾക്കൊണ്ടതും അനുഭവിച്ചതുമായിട്ടുള്ള ദൈവ നന്മ വർദ്ധിച്ചതായിട്ട് ഇവിടെ കാണുകയാണ്. മറിയ എലിസബത്തിന്റെ ഭവനത്തിലെത്തിയപ്പോൾ തന്നെ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായിട്ട് പറയുകയാണ്, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാണ് എന്നൊക്കെ ഉറക്കെ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. ഈ സമയം എലിസബത്തിന്റെ ഉള്ളിലുള്ള
ഉദരത്തിലുള്ളതായിട്ടുള്ള കുഞ്ഞ് ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി, കർത്താവിനെ അനുഭവിച്ചറിഞ്ഞ സന്തോഷത്തിൽ തുള്ളിച്ചാടുകയാണ്. ഉദരത്തിൽ സന്തോഷം അനുഭവിച്ചറിയുന്നു. ഇവിടെ 2 സ്ത്രീകളുടെയും സന്തോഷം വർദ്ധിക്കുകയാണ്. അപ്പോൾ അവൾ തൻ്റെ ബന്ധുവിനോടുകൂടെ ആയപ്പോൾ അവർ വ്യക്തിപരമായി മാത്രം അനുഭവിച്ച സന്തോഷം അവളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ മാത്രമല്ല, എലിസബത്തിന്റെ അനുഭവത്തിലും കൂടെ ഉണ്ടാകുന്നു. മാത്രവുമല്ല, ആ സമൂഹത്തിൽ തന്നെ പങ്കാളികളാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് ഇടയാകുന്നു. അമ്മമാരാകാൻ പോകുന്ന ആ 2 സ്ത്രീകളും ദൈവ നന്മ പങ്കിട്ടനുഭവിച്ചു എന്ന് വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവരുടെ സ്വാധീന പരിധികൾ വിശാലമാകുകയും കൂടുതൽ ആഴമേറിയ ജ്ഞാനങ്ങളിലേക്കും പ്രതികരണങ്ങളിലേക്കും അതവരെ എത്തിക്കുകയും ചെയ്തു. എലിസബത്തിന്റെ പ്രവചന ശബ്ദത്തിലൂടെ മറിയയുടെ വാക്കുകളിലും ഇത് പ്രകടമാണ്. ലൂക്കോസ് എഴുതി ചേർത്തിരിക്കുന്ന അവരുടെ കുടുംബത്തിൽ നിന്നുമുള്ള സഖര്യാവിന്റെ പാട്ട് എന്ന വേദഭാഗത്തും ഈ കാര്യം പറഞ്ഞിരിക്കുന്നു. ഗാനത്തിന്റെ 2ാമത്തെ പ്രസക്തി. 1ാമത് ഞാൻ പറഞ്ഞു മറിയയുടെ പാട്ട്, 2ാമത് സഖര്യാവിന്റെ പാട്ട്. ഗാനം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, പഴയ നിയമകാലം മുതൽ ആദ്യം മുതൽ തന്നെ ആരംഭിച്ചു. ഗായക സംഘത്തിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കുക. ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നതോറും ദൈവനന്മയുടെ ആഴങ്ങളും വർദ്ധിക്കുന്നതായിട്ട് ഇത് വെളിപ്പെടുത്തുന്നു. ഗായസംഘങ്ങളുടെ അംഗങ്ങളിലെ എണ്ണം വർദ്ധിക്കുന്നതോറും ദൈവത്തിന്റെ മാഹാത്മ്യം വർദ്ധിക്കുന്നതായിട്ട് ഇവിടെ മനസ്സിലാക്കുന്നു. മനുഷ്യ ജീവിതങ്ങളിലെ ദൈവനന്മ സ്വാർത്ഥതയോടെ വ്യക്തിപരമായി സൂക്ഷിക്കുന്നതല്ലേ എന്നും അത് മറ്റുള്ളവരുമായി പങ്കിടലിലൂടെ വിപുലമാക്കേണ്ടതാണെന്നും ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് മാത്രം നിൽക്കാതെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് സ്വർഗം സന്തോഷിക്കും. മദർ തെരേസയുടെ അനുഭവം നമുക്കറിയാം. കൽക്കത്ത പട്ടണത്തിലൂടെ തൻ്റെ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി, അനാഥരായ മക്കൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണത്തിനുള്ള വഴി തേടി അവൾ പല സ്ഥലങ്ങളും ഓടി നടന്നു. ആ സമയത്ത് ഒരു ധനാഢ്യനായിട്ടുള്ള മനുഷ്യന്റെ മുൻപിലേക്ക് അവൾ പോയി കൈനീട്ടി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തരണം. ആ മനുഷ്യന്റെ കോപം വന്നിട്ട് അവളുടെ കൈകളിലേക്ക് കാർക്കിച്ചു തുപ്പി എന്നാണ് അവരുടെ എഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ തന്നത്. വളരെ സന്തോഷത്തോടുകൂടെ ആ കാർക്കിച്ച തുപ്പൽ തൻ്റെ ശരീരത്തിലേക്ക് തൂർത്ത് കളഞ്ഞതിന് ശേഷം അവൾ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് തരാനുള്ളത് അങ്ങ് തന്നു, ഇനി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തരാനുള്ളത് തന്നാലും. ആ മനുഷ്യൻ അകത്തു പോയി തൻ്റെ ചെക്കിൽ നിന്ന് ഒപ്പിട്ടിട്ട് വലിയൊരു തുക സംഭാവനയായിട്ട് നൽകി എന്ന് ചരിത്രത്തിന്റെ ഏടുകളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. മദർ തെരേസ തൻ്റെ സ്വന്തം നന്മ മാത്രമല്ല ഉദ്ദേശിച്ചത്, തൻ്റെ സ്വന്തം പുകഴ്ച മാത്രമല്ല ഉദ്ദേശിച്ചത്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് തന്നെ വിധേയപ്പെടുത്തി കൊടുത്തായിട്ടുള്ള ഒരവസ്ഥ. ഈ ഒരു അവസ്ഥയാണ് ഗായക സംഘങ്ങളുടെ നമുക്കും ഉണ്ടായിരിക്കേണ്ടത്. നാം ഒറ്റയ്ക്കല്ല, ഒരുമിക്കുക, ഒരുമിച്ച് പാടുക. 3ാമതായിട്ട് കർത്താവിന്റെ വരവിലെ നന്മ പങ്കിടലിലൂടെ. The goodness of the Lord revealed in Advent in distributing. ദൈവത്തിന്റെ കർത്താവിന്റെ വരവിലെ നന്മ പങ്കിടലിലൂടെ. ദൈവത്തിന്റെ നന്മ വെളിപ്പെടുത്തുന്നത് നീതിയിലും ന്യായത്തിലുമുള്ള ദൈവത്തിന്റെ തീക്ഷ്ണതയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തിന്റെ ന്യായവും നീതിയും എന്നുള്ളത് തിന്മ ചെയ്യുന്നവരെ ശിക്ഷിക്കുകയും അവരോട് പ്രതികാരം നടത്തുകയും ചെയ്യുക എന്ന കേവല അർത്ഥത്തിൽ മാത്രം മനസ്സിലാക്കേണ്ടതല്ല. നാം ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നതാണ്, നാം ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശത്രുക്കളെ നിഗ്രഹിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം തയ്യാറെടുക്കും എന്നുള്ളതാണ്. ഒരിക്കലുമല്ല. ദൈവം സ്നേഹത്തിന്റെ ഉറവിടമത്രേ. പ്രതികാരങ്ങളെല്ലാം തീർന്നു. കർത്താവിന്റെ ജനനത്തോടുകൂടെ പ്രതികാരങ്ങളെല്ലാം നിർന്നു. നമുക്ക് വേണ്ടിയിട്ട് കർത്താവ് ജനനപ്പെട്ട് മധ്യസ്ഥത വഹിക്കുന്ന ഒരു അനുഭവം. മറിച്ച് സമ്പത്തിലും ദൈവത്തിന്റെ നീതിയും അതിലൂടെ ദൈവിക നന്മയും നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കും. ദൈവിക നീതിയുടെ വിതരണാത്മകമായ തലം ഇതിൽ ദർശിക്കുവാൻ സാധിക്കും. നീതി എല്ലാവർക്കും ആനന്ദപ്രദമായിരിക്കണം. നീതി എപ്പോഴും എല്ലാവരെയും സന്തോഷിക്കുന്നതായിരിക്കണം. കുറച്ചുപേരെ മാത്രമല്ല. പലപ്പോഴും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. കോടതിയിൽ നിന്നായിരുന്നാലും ഏതൊരു ഭാഗത്തു നിന്നായിരുന്നാലും ഒരു നീതി നടപ്പിലാക്കുമ്പോൾ കുറച്ചു പേർക്ക് വേദനയും കുറച്ചു പേർക്ക് സന്തോഷവും. അതുകൊണ്ടാണ് ശലോമോൻ ജ്ഞാനി തൻ്റെ ദൈവം തനിക്ക് എന്താണ് നൽകേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഈ ജനത്തെ പരിപാലിക്കുന്നതിനുള്ള ബുദ്ധി തരണം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും ബുദ്ധിപരമായിട്ടുള്ള ഭരണകാര്യങ്ങളിൽ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുവാൻ സാധിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവിക നീതി ചിലരിൽ മാത്രം ചുരുങ്ങാതെ
ഈ വിതരണാത്മകമായ സവിശേഷത നിമിത്തം ദൈവത്തിൻ്റെ നന്മ ഒരിക്കലും പ്രാദേശികവും സ്വാർത്ഥപരമായും പരിമിതപ്പെടുകയില്ല. മാത്രമല്ല, ആ നന്മ പാലിക്കുന്നവർക്ക് സ്വാർത്ഥതയോടുകൂടെ ഒരു വലിയ ബാഹ്യ സമൂഹത്തെ മറന്നുകൊണ്ട് തുടരുവാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു മുന്നറിയിപ്പും ഇവിടെ നൽകുകയാണ് ചെയ്യുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഉദ്ധരിച്ചിരിക്കുന്ന 2 പാട്ടുകളും ദൈവ നന്മ പ്രത്യക്ഷമാകുമ്പോൾ പങ്കിടലിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ ദയയുടെ മുൻപിൽ ആ നന്മ എല്ലാവരും ഒരുപോലെ അനുഭവിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ നന്മ എപ്പോഴും പങ്കിടലിലൂടെ ആയിരിക്കണം. ബൾബ് കണ്ടെത്തിയതായിട്ടുള്ള തോമസ് ആൽവ എഡിസൺ ആദ്യമായിട്ട് വളരെയധികം കഠിന പ്രയത്നം ചെയ്ത് ഒരു ബൾബ് ഉണ്ടാക്കി. ബൾബ് ഉണ്ടാക്കിയതിന് ശേഷം അത് കത്തിക്കുവാൻ വേണ്ടിയിട്ട് തൻ്റെ ജൂനിയറെയാണ് ചുമതലപ്പെടുത്തിയത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, പെട്ടെന്ന് ഇത് കത്തിക്കുന്നതിൻ്റെ സമയത്ത് തൻ്റെ കയ്യിൽ നിന്നും ഈ ബൾബ് താഴെ വീണ് പൊട്ടിപ്പോയി. എന്നാൽ വീണ്ടും എല്ലാവരും അദ്ദേഹത്തെ വഴക്ക് പറയുമെന്നാണ് കരുതിയത്. എന്നാൽ ഈ മനുഷ്യൻ അദ്ദേഹത്തെ ഒന്നും പറഞ്ഞില്ല. വീണ്ടും വർഷങ്ങളോളം ശ്രമിച്ചൊരു പുതിയ ഒരെണ്ണം ഉണ്ടാക്കി. അന്നും ഈ മനുഷ്യനെ തന്നെ ഈ ബൾബ് കത്തിക്കുവാൻ വേണ്ടിയിട്ട് വിട്ടു. അന്ന് വളരെ ശ്രദ്ധയോടുകൂടെ അത് അദ്ദേഹം ചെയ്തു. പിന്നെ പലരും ഈ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത്രയും ഉത്തരവാദിത്വമില്ലാത്ത ഒരു ജൂനിയറെ തന്നെ വീണ്ടും ആ ദൗത്യം ഏൽപ്പിച്ചത്? ആ ദൗത്യം ആ മനുഷ്യൻ ചെയ്താലേ അവന് ഒരു മനസ്സിലൊരു വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. ഇത് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, തനിക്ക് വിശ്വാസത്തോടുകൂടെ ചെയ്യുവാൻ സാധിക്കുമെന്ന് ഉള്ള ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്നതിന് സാധിക്കുകയുള്ളൂ. വാസ്തവത്തിൽ ഇതാണ് പങ്കിടലിൻ്റെ അനുഭവം. മറ്റുള്ളവർക്ക് വേണ്ടി വിശ്വാസ്യത ഉണ്ടാക്കുവാൻ തങ്ങളുടേതുള്ളതിനെ കൂടെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പകർന്നു കൊടുത്തുകൊണ്ട്, ഒരുപക്ഷെ എഡിസന് മുഴുവനും സന്തോഷം സ്വന്തം പങ്കിടുവാൻ, മുഴുവൻ നേട്ടങ്ങളും സ്വന്തത്തിലേക്ക് വരുത്തുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സ്വയം ചെയ്യാമായിരുന്നു. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കരുതുന്ന ഒരനുഭവം, മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ പങ്കിടുന്നതായിട്ടുള്ള അനുഭവം. ഇവിടെ 2 സ്ത്രീകൾ, മറിയ, എലിസബത്ത്, 2 പേർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായി. കന്യക മറിയം ഗർഭിണിയായി എന്നറിഞ്ഞപ്പോൾ ലോകത്തിൽ ഉണ്ടാകാവുന്ന നിന്ദകളെ നമുക്ക് ഏറെക്കുറെ ചിന്തിക്കാൻ സാധിക്കും. ഇന്നുണ്ടായിരുന്നത് പോലെ തന്നെ അന്നും ഉണ്ടായിരുന്നു. കന്യകയായുള്ള ഒരു സ്ത്രീ ഗർഭിണിയായാൽ ലോകം വിമർശിക്കും. ഇന്നുള്ളത് പോലെ തന്നെ ലോകം വിമർശിക്കും, നിന്ന ഉണ്ടാകും, താൻ ഏറ്റിരിക്കുന്ന കല്യാണം വരെ നിന്നു പോകാവുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. പക്ഷെ ദൈവം അവിടെ ഒന്നും ഇട കൊടുത്തിട്ടില്ല. കന്യക മറിയം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലേക്ക് വിധേയപ്പെടുത്തി കൊടുത്തായിട്ടുള്ള അവസ്ഥ. അങ്ങനെ വിധേയപ്പെടുത്തി കൊടുത്ത സമയത്ത് അവൾക്ക് സമൂഹത്തിൽ മുന്തിയ പരിഗണന ലഭിച്ചു. മുന്തിയ പരിഗണന ലഭിക്കുക അല്ല, ചരിത്രത്തെ ക്രിസ്തുവിന് മുൻപ് എന്നും ക്രിസ്തുവിന് ശേഷമെന്നും വേർതിരിക്കുവാൻ കഴിവുള്ള ഒരു മകനെ അവൾക്ക് ലഭ്യമായി. ആ ക്രിസ്തുവിൻ്റെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ആ ക്രിസ്തുവിനെ അമ്മ എന്നറിയപ്പെടുത്തുവാൻ ഈ ഭാഗ്യവതിയായിട്ടുള്ള മറിയത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ നേട്ടം. അവളുടെ നന്മ അവൾ സ്വന്തത്തിലേക്ക് മാത്രം എടുത്തില്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ പകർന്നു കൊടുത്തുകൊണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി കരുതിക്കൊണ്ട്, നന്മ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട്, ആ നന്മ പങ്കിട്ടതിലൂടെ ഇന്നൊരു വലിയ സമൂഹം രക്ഷ പ്രാപിക്കുന്നതിന് ഇടയായി തീർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗായക സംഘത്തിലൂടെയും ഇത് തന്നെയാണ്. വ്യക്തിപരമായിട്ടുള്ള നന്മയ്ക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കാതെ വ്യക്തിപരമായിട്ടുള്ള നന്മ ഏറ്റെടുത്തുകൊണ്ട്, അതിലൂടെ സമൂഹത്തിൻ്റെ നന്മ പകർന്നു കൊടുത്തുകൊണ്ട്, ഗ്രൂപ്പായിട്ടുള്ള പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട്, ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ശ്രുതിമധുരമായിട്ടുള്ള ഗാനങ്ങൾ പാടുവാൻ, അവരുടെ കാതുകൾക്ക് ഇമ്പം കൊടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കുവാൻ സാധിക്കും. ഇതാണ് യഥാർത്ഥമായിട്ടുള്ള ക്രിസ്തുവിൻ്റെ അനുഭവം. ഈ ആഗമന കാലത്തിൽ ക്രിസ്തു മറിയയ്ക്ക് ലഭിച്ച ആ നന്മ അവൾ മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുത്തുകൊണ്ട്, അവൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നന്മ അനുഭവിച്ചുകൊണ്ട്, സ്വയം നന്മ ഏറ്റെടുത്തുകൊണ്ട്, മറ്റുള്ളവരെ കൂടെ കരുതിക്കൊണ്ട് ചെയ്യുവാൻ സാധിച്ചു. ഈ ആഗമന നാളിൽ ക്രിസ്തു ജനനത്തെ കണ്ട് ക്രിസ്തുവിൻ്റെ 2ാം വരവോളം കാത്തിരുന്നുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നാം കേട്ട തിരുവചന സത്യങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ കരയറ്റാം. നമ്മോട് സംസാരിച്ച ഷിബു ജസ്സാറിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 207-ാമത്തെ പാട്ടിൻ്റെ ഒരു ചരണം പാടാം. തുടർന്ന് പ്രാർത്ഥനയോട് ആസ്വാദത്തോട് കടന്നതല്ല. 207-ാമത്തെ പാട്ടിൻ്റെ ആദ്യത്തെ ചരണം.
ഞങ്ങളെ കൈക്കൊള്ളുകയും ഞങ്ങളെ നടത്തുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമേ, ഈ കർത്തൃദിവസത്തിലും ഞങ്ങളുടെ സഹക്രിസ്ത്യാനികളോട് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നതിനും ദൈവശക്തിയുടെ മഹത്വവും അവിടുത്തെ ആഗമനം ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഓർക്കുവാനും അതിൽ ഞങ്ങൾക്ക് വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ രണ്ടാമത്തെ വരവിനായി കാത്തിരിക്കുന്ന ജനങ്ങളെന്ന പ്രത്യാശയുടെ മഹത്വം അനുഭവിപ്പാൻ അവിടുന്ന് സഹായിച്ചല്ലോ. സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങേ സ്വീകരിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ആനന്ദം ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും പൂർണ്ണമായി മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ അവിടുന്ന് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനാൽ സ്തോത്രം. അങ്ങനെ ഞങ്ങളെ കേൾപ്പിച്ച തിരുവചന സത്യങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവെ, ഞങ്ങളെല്ലായ്പ്പോഴും അങ്ങേ മഹത്വപ്പെടുത്തിയും ദൈവശക്തി അനുഭവിച്ചും ദൈവശക്തിയുടെ ചാലകങ്ങളായിരിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുകയും ഒരുക്കുകയും ചെയ്യണമേ. ഈ കാലഘട്ടം ഞങ്ങൾക്ക് സന്തോഷത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെ, ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നാളുകളാക്കി തീർക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. അങ്ങനെ ദൈവപ്രസാദമുള്ളവരായി അവിടുത്തെ ദിവ്യ കൃപകളിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് അത്ഭുത മന്ത്രിയായും വീരനായ ദൈവമായും നിത്യപിതാവായും സമാധാനത്തിൻ്റെ പ്രഭുവായും ഞങ്ങളേവരെയും ഭരിച്ച് നടത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആവശ്യമായ എല്ലാ നന്മകളും ദാനം ചെയ്യണമേ. ഞങ്ങളെയും ഞങ്ങളുടെ ദേശത്തെയും അതിശയകരമായ അത്ഭുതകരമായി സമാധാനത്തോടെ സന്തോഷത്തോടെ കാത്ത് നിലനിർത്തണമെന്ന് അപേക്ഷിക്കുമ്പോൾ യേശു മശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യമായ സംസർഗവും കൂട്ടായ്മയും നമ്മുടെ ഇടയിലുണ്ടായ നമ്മോടെല്ലാവരോടും നാം കേട്ട തിരുവചന സത്യങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും കാലാവസാനം കൂടാതിരിക്കുമാറാകട്ടെ. ആമേൻ.